Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon. Afternoon, Miss. Okay. How are you, Miss? Fine? Food കഴിച്ചോ? ഇല്ലില്ല ആരാമ്പൂടെ ഫസ്റ്റ് കഴിച്ചപ്പോ തന്നെ 10:30 10:30 അപ്പൊ ഇനി ക്ലാസ് കഴിഞ്ഞിട്ട് കഴിക്കാനായിരിക്കും അല്ലേ? ഓക്കെ. Prayer start ചെയ്തു. Start ചെയ്യണം സർ. കാരുണ്യം പോലുന്ന സ്നേഹസ്വരൂപാനി കാലിണ കൈവണങ്ങുന്നു ഞങ്ങൾ. വായുവും വെള്ളവും മണ്ണും ആകാശവും തീയും നിന്റെ അനുഗ്രഹങ്ങൾ. പ്രാണനും ബുദ്ധിയും സ്നേഹവും ശക്തിയും പ്രാണനിൽ പ്രാണനും നിന്റെയല്ലോ. എന്തിനും മീതെ വിളങ്ങട്ടെ ദൈവമേ നിൻ തിരുനാമവും കാരുണ്യവും. നല്ലതേ തോന്നാവൂ നല്ലതേ ചെയ്യാവൂ നല്ലതേ ചൊല്ലാവൂ നിൻ കൃപയിൽ. എന്നും അതിനുള്ള ബുദ്ധിയും ശക്തിയും തന്നരുളേണമേ തമ്പുരാനേ. തന്നരുളേണമേ തമ്പുരാനേ. Thank you. Okay, very nice. Okay, what's next? മാം, ഇന്ന് ഞാൻ ഒരു തോട്ട് ഒരു സ്റ്റോറി ആയിട്ട് ഷെയർ ചെയ്യാന്ന് വെച്ചേ. ഞാൻ പ്രിപ്പയർഡ് അല്ലാട്ടാ ശരിക്കും, എന്നാലും ട്രൈ ചെയ്യാം. ഓക്കെ. A boy and girl were playing together. The boy had some marbles. The girl had some sweets with her. കാണുന്നുണ്ടോ മിസ്സേ? The girl had some sweets with her. The boy told to her, I will give all my collection of marbles in exchange of girl's sweets. The girl agreed to him. The boy kept all the big and the beautiful marbles aside and gave to her left. But she will give him all the sweets as she agreed. At that night, the girl slept peacefully, but the boy couldn't sleep. Why? He thinks as he kept wondering, the girl had hidden all the sweets from sorry miss wondering the girl had hidden some sweets from the boy. Him the way he had hide his best marbles. The moral of this story: if you don't give 100% in relationship, you will keep doubting any relationship. So give your 100%. Thank you, miss. ഞാൻ പെട്ടെന്ന് മറന്നുപോയി മിസ് ബാക്കി. നന്നായിട്ടുണ്ടായിരുന്നു. ബോയ് ഗേളിനെ ഒക്കെ ചെയ്തതൊക്കെ നല്ല രസം. അതെന്താന്ന് പറയുക, എനിക്ക് ഇത് രണ്ടും മാറിപ്പോണുണ്ടോ എടുക്കണതെന്നൊക്കെ ആകെ ഒരു കൺഫ്യൂഷൻ. അതുകൊണ്ടാണ് ഞാൻ തെറ്റിപ്പോകുന്നതൊക്കെ. എന്നുവെച്ചാൽ ഇത് ട്രൈ ചെയ്തില്ല. ഇത് ഞാൻ ആദ്യമേ ഒന്ന് ട്രൈ ചെയ്യേണ്ടതായിരുന്നു ഇത് വെച്ചിട്ട് പ്രസന്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന്.
അതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എനിക്ക്. ഓക്കെ, താങ്ക് യു. സൈനിങ് ഓക്കെ അല്ലേ എല്ലാരും? Yes. സ്റ്റഡി Yes. ഗോ. Yes. ഓക്കെ. ലാ 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 ലാ. എന്തായാലും പാടത്ത് എല്ലാരും പാടിക്കോ. പാടുന്നുണ്ട്, ലാ നല്ല ചോദിക്കരുത്. ലാ 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 ലാ. Incy Wincy Spider climb up the water spout. Down came the rain and washed the spider out. Out came the sunshine and dried up all the rain. And Incy Wincy Spider climb up the spout again. La 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 la. Incy Wincy Spider climb up the water spout. Down came the rain and washed the spider out. Out came the sun and dried all the rain. And Incy Wincy Spider climb up the spout again. La 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 la. Incy Wincy Spider climb up the water spout. Okay, bye. Thank you, teacher. ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്തതാണ്. എല്ലാരും കൂടി ഒന്ന് പറഞ്ഞു നോക്കാം. ചിലപ്പോ കൊളമായേക്കാം, പറയാൻ പറ്റില്ല. പക്ഷെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അവർക്ക് കുറച്ചുപേര് പറഞ്ഞു നോക്കിയതാ. പെർഫെക്റ്റ്. ഞാനിങ്ങനെ ഓടി നടന്ന് പിൻ ചെയ്യുമായിരുന്നു, ആരെയൊക്കെ പിൻ ചെയ്തു. എന്നാലും എങ്ങനെ ഉണ്ടായിരുന്നു? എന്തെങ്കിലും കൊളമായോ സൗണ്ട് എല്ലാരും കൂടി ആയപ്പോ? ഇല്ല ഇല്ല. നമുക്ക് KG ക്ലാസ്സിൽ ഇരിക്കുന്ന പോലെ തോന്നി. അതെ അതെ. ഓക്കെ, ജസ്റ്റ് ട്രൈ ചെയ്താണ് ടീച്ചർ. വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, സോ വേർ വേർ വി? നമ്മൾ എവിടെയായിരുന്നു? ഞാൻ അതാ ആലോചിക്കുന്നത്. ടീച്ചർ, ഞങ്ങളൊരു ചെറിയൊരു ആക്ടിവിറ്റിന്റെ ഗ്രൂപ്പ് തുടങ്ങി. കുറച്ച് കുട്ടികൾ മാത്രം, അതിൽ താല്പര്യമുള്ളവർ മാത്രം ജോയിൻ ചെയ്തു. ഒരു 25 കുട്ടികളെ ജോയിൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഞങ്ങൾ ഓരോരോ സോങ്ങുകൾ അതിൽ പഠിച്ചിട്ട് ആക്ഷൻസ് ഒക്കെ ആക്കിയിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാണ്. അപ്പൊ ഈ ഇൻസിവിൻസിന്റെ എല്ലാരും ഏകദേശം എല്ലാരും പഠിച്ചു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്പർ സോങ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനുള്ള ഓരോ പ്രോപ്പർട്ടീസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അത് ഇൻസിവിൻസിന്റെ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയാണ് ടീച്ചർ. അപ്പൊ അതുപോലെ ഇത് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഓരോരുത്തർ ഡിഫറെന്റ് ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് വേറെ ഫിംഗർ സോങ്ങിന് വേറെ ഐറ്റംസ്, അങ്ങനെ കുറച്ച് സോങ് നമ്മൾ പഠിച്ചു വെച്ചാല് ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോ കുറച്ച് ഈ പേടിയൊക്കെ ഒന്ന് മാറുമല്ലോ പറഞ്ഞിട്ട് അങ്ങനെ അതിന് വേണ്ടിട്ടാ. ഒരുപാട് പേരൊക്കെ ഗ്രൂപ്പിൽ വീഡിയോ എടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് മിസ്സേ. നല്ല രസമുണ്ട് അവരതൊക്കെ കാണാൻ. ആണോ? പ്ലീസ് ഓരോ ദിവസം ക്ലാസ്സിൽ കാണിക്കും, എല്ലാരും ജോയിൻ ആവും. അങ്ങനെ ഒരു ആക്ടിവിറ്റി ഉള്ള ഗ്രൂപ്പ് അല്ലേ. വേറെ എല്ലാവർക്കും നാണമൊക്കെയാണ്, വോയിസ് ഒക്കെ ചിലവര് വിടുള്ളൂ. ചമ്മലൊക്കെ ഉണ്ട്. പക്ഷെ നമ്മള് ചമ്മലൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിലെങ്കിലും പറഞ്ഞൊന്ന് പരിശീലിക്കാലോ എന്ന് പറഞ്ഞിട്ട്. കുട്ടികളുടെ അടുത്ത് നമുക്ക് ഈ ഷൈനസ് ഒന്നും കാണിക്കാൻ പറ്റില്ല, നമ്മൾ മറന്നു പോകും. അപ്പൊ കൂടെ ചേർപ്പിടിക്കും. അങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളും അവരിൽ ഒരാളായി മാറും. നമ്മള് ഷൈ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അവര് കൺഫ്യൂസ് ആവും, അവർക്ക് ചെയ്യാൻ പാടുണ്ടോ അങ്ങനെയൊക്കെ അവർക്ക് തോന്നില്ലേ. സോ വി ഹാവ് ടു ഷോ ദം. അത് ശരിയാണ്. സോ ഫൈൻ. നിങ്ങള് ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ പാരലൽ ആയിട്ട് നടക്കുന്നില്ലേ? റെക്കോർഡ് റൈറ്റിംഗ്, സർവേ എല്ലാം ചെയ്യുന്നുണ്ട് ടീച്ചറെ. നമ്മൾ എവിടെയായിരുന്നു നമ്മുടെ ടോപ്പിക്? ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി എന്നുള്ളവിടം വരെ ഞാൻ ഉണ്ടായിരുന്നു. അതിനുശേഷം ക്ലാസ് എടുത്തോന്ന് എനിക്കറിയില്ല. എനിക്ക് കുറെ ദിവസം കഴിഞ്ഞ് വന്ന പോലെയൊക്കെ തോന്നി. അതിനിടയിൽ നമ്മൾ കുറെ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ തന്നോണ്ടേ. ഞാനൊന്ന് എടുക്കട്ടെ കേട്ടോ.
നിങ്ങള് തന്നെയല്ലേ വീട്ടിലെ പ്രൊവിഷൻസിന് ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നത്? പ്രൊവിഷൻസ് ആണെങ്കിലും അല്ലാതെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെയല്ലേ? അതെ മിസ്. അപ്പൊ ഇനി ഷോപ്പിങ്ങിന് പോയിട്ട് വീട്ടിൽ തിരിച്ചെത്തുമ്പോ, ഷോപ്പിങ്ങിന് പോകുമ്പോ നല്ലൊരു ഒബ്സർവേഷൻ, പോകുന്ന എല്ലാം ശ്രദ്ധിച്ചൊക്കെ നോക്കിയിട്ട് വീട്ടില് തിരിച്ച് വന്നിട്ട് കണ്ട കാര്യങ്ങളെല്ലാം ഒന്ന് എഴുതാമോ ഇംഗ്ലീഷില്? പോകുമ്പോ മുതലുള്ളതാ അതോ ഷോപ്പിൽ കണ്ട ഐറ്റംസ് ആണോ? പോകുമ്പോ മുതൽ നമ്മൾ എന്തൊക്കെ കാണുന്നുണ്ടോ അതെല്ലാം. അതെല്ലാം നമുക്ക് ഇൻസിഡന്റ് നമ്മളെ മുന്നിൽ കാണുന്ന ഇൻസിഡന്റ് എല്ലാം എഴുതാം അല്ലെ? എല്ലാം എഴുതാം. ഇനി എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ പേര്, ആ രീതിയിലൊക്കെ. അപ്പൊ ഫ്രൂട്ട് ഷോപ്പിൽ ചെല്ലുമ്പോ നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണോ? അതെ അതെ അതെ. നമ്മുടെ ലാംഗ്വേജ് പവർ ഒന്ന് കൂടാൻ വേണ്ടിയിട്ട് പറയേണ്ടതാണ്. പിന്നെ നിങ്ങൾക്ക് വെഹിക്കിൾ ഉണ്ടെങ്കിൽ, സ്കൂട്ടറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, സൈക്കിൾ ആണെങ്കിലും എന്തെങ്കിലും കാർ ആണെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ പറ്റി എഴുതുക. അങ്ങനെ നിങ്ങളുടെ വേർഡ് പവർ ഒന്ന് കൂടാൻ വേണ്ടിയിട്ട്. വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ലാംഗ്വേജ് ഉള്ള ബാച്ചായിട്ട് എനിക്ക് തോന്നി. എന്നാലും ജസ്റ്റ് അത് സെപ്പറേറ്റ് ആയിട്ടാണോ എഴുതേണ്ടത്? ഇപ്പൊ കാർ ഉണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞില്ലേ, അത് വേറെയാണോ? നമ്മളുടെ ഇതിന്റെ കോഴ്സിന്റെ കൂടെയുള്ള ഒരു ആക്ടിവിറ്റി. ആ കാറ് വെഹിക്കിൾ സെപ്പറേറ്റ് എഴുതാം. അങ്ങനെ ഒരു ദിവസം ഷോപ്പിംഗ് ഡേ അങ്ങനെ എഴുതിയിട്ട് അത് എഴുതാം. വീട്ടിൽ നിന്ന് ഇറങ്ങി തുടങ്ങി വീട്ടിൽ തിരിച്ചെത്തുന്ന വരെയുള്ള രീതിയിൽ കാണുന്ന കാഴ്ചകൾ, കണ്ട ഒബ്ജക്ട്സ്. ഇപ്പൊ ഫ്രൂട്ട് ഷോപ്പിൽ ചെല്ലുമ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾ ഷോപ്പിലാണെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെജിറ്റബിൾസ് എല്ലാം കാണുമല്ലോ. നമുക്ക് അറിയുന്ന പോലെ എഴുതാം അല്ലേ? നമുക്ക് അറിയുന്ന പോലെ. അല്ലാതെ നമ്മള് ട്രാൻസ്ലേറ്റ് ഗൂഗിളിൽ പോയി ചെയ്തിട്ട് അവിടുത്തെ ലാംഗ്വേജ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് അറിയണ പോലെ എഴുതിയാ പോരെ? അറിയുന്ന പോലെ. പിന്നെ ചിലപ്പോൾ ഫ്രൂട്ട് ഷോപ്പിൽ ചെല്ലുമ്പോൾ നമുക്ക് അറിയില്ലാത്ത ഫ്രൂട്ട്സ് ഒക്കെ അവിടെ ഉണ്ടാവില്ലേ, അതൊക്കെ അവരോട് ചോദിച്ച് മനസ്സിലാക്കി ആ ഫ്രൂട്ടിന്റെ പേരൊക്കെ മനസ്സിലാക്കി അതൊക്കെ എഴുതി വെക്കുക. യാത്രാ വിവരണം പോലെ അല്ലേ ടീച്ചർ? ഡേ ഔട്ട് പാരഗ്രാഫ് ഒക്കെ പോലെ അല്ലേ മാം? അതെ അതെ. നമ്മളുടേതായിട്ടുള്ള ലാംഗ്വേജിലാവുമ്പം നമുക്ക് നമുക്ക് എഴുതാനും തോന്നും. നെക്സ്റ്റ് ക്ലാസ്സിലേക്കാണോ പ്രിപ്പയർ ചെയ്ത് വരേണ്ടത്? നെക്സ്റ്റ് ക്ലാസ് എന്ന് ഞാൻ പറയുന്നില്ല. ഇതങ്ങനെ ആക്ടിവിറ്റി ആയിട്ട് വെച്ചിട്ട് നമുക്ക് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്തോളൂ. കേൾക്കാലോ. ഇപ്പൊ പലതും ഇപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ആർക്ക് എക്സ്പീരിയൻസ് ചെയ്ത ചില കാര്യങ്ങളൊക്കെ കേൾക്കാം. ഇപ്പൊ ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചുറ്റും നോക്കിയാൽ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണാനായിട്ട് പറ്റും. സോ നമ്മള് പാർട്ട് 3 3rd യൂണിറ്റ് കഴിഞ്ഞിട്ടില്ല. ആരെങ്കിലും ഒന്ന് വേഗം കൺഫേം ചെയ്ത് പറയാമോ? ഇല്ല എന്നാണ് ഞാൻ ഗ്രൂപ്പിൽ ചോദിച്ച കുട്ടികളുടെ അടുത്ത് ആരും ഒന്നും മറുപടി പറയുന്നില്ല. എന്റെ ഓർമ്മയിൽ ഇങ്ങനെ ആ ലാസ്റ്റ് ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി എന്നില്ലേ, അതാണ് എന്റെ ഓർമ്മയില്. അതിനുശേഷം എടുത്തിട്ടില്ല എന്നാണ്. ഇല്ല, അതേ എടുത്തിട്ടുള്ളൂ, അതിനുശേഷം എടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് മിസ് ആക്ടിവിറ്റീസ് ഒക്കെ പറയാൻ വേണ്ടിട്ട് പോയായിരുന്നു. 2-3 ക്ലാസ് അങ്ങനെ പോയി. അത് ടീച്ചറെ ജസ്റ്റ് ഒരു 1 പാരഗ്രാഫ് വായിച്ചതേ ഉള്ളൂ. നമുക്ക് വീട്ടില് കുട്ടികൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ചുറ്റുമുള്ള കുട്ടികളെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ കാണാം, നമ്മൾ ഒരു കാര്യം ചെയ്യുന്ന പോലെ ആയിരിക്കില്ല അവർ ചെയ്യുന്നത്. ആണോ? അതോ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണോ അവർ ചെയ്യുന്നത്? അല്ലല്ല, വളരെ വ്യത്യസ്തമാണ്. അല്ലെ? വളരെ വ്യത്യസ്തമാണ്. ഒരു ടോയ് കൊടുത്താൽ തന്നെയും ഇപ്പൊ 10 കുട്ടികളെ ഇരുത്തിയിട്ട് ഒരേപോലത്തെ ടോയ് കൊടുത്തു എന്ന് വിചാരിച്ചു, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോയ് ആണെന്ന് തന്നെ വിചാരിച്ചു. 10 പേരും 10 രീതിയിലായിരിക്കും അല്ലെ അതുകൊണ്ട് കളിക്കുന്നത്? അല്ലേ? അത് അവരുടെ ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി, ആ ഒരു പവറാണ്. അപ്പൊ ആക്ച്വലി ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റിക്ക് ഒരു ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട്. നിങ്ങൾക്ക് ഡിഫൻസ് മെക്കാനിസം എന്നുള്ള യൂണിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. ഒരു ഫാന്റസിയിലേക്ക് പോകാനുള്ള ചാൻസ് ഇവിടെയുണ്ട്. നമ്മളപ്പോ ചെയ്യേണ്ടത് ഈ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റി പോസിറ്റീവായിട്ട് അവരുടെ നെക്സ്റ്റ് ഡെവലപ്മെന്റ് സ്റ്റേജിലേക്ക് നമ്മൾ പുഷ് ചെയ്യാന്നുള്ളത് തന്നെയാണ്. കാരണം കുട്ടികൾ പലപ്പോഴും ഫാന്റസി വേൾഡിൽ അവർ ഭയങ്കര അവരുടെ കംഫർട്ട് സോണാണ്. കുട്ടികളുടെ മാത്രമല്ല, നമ്മളുടെ ഒരു കംഫർട്ട് സോണാണ് ഫാന്റസി വേൾഡ് അല്ലേ? നമ്മൾ ഡേ ഡ്രീം ചെയ്യും, ശരിയല്ലേ? കണ്ണ് തുറന്നിട്ട് നമ്മൾ ചില സമയത്ത് ഇങ്ങനെ സ്വപ്നം കാണില്ലേ? കാണാറുണ്ട്. ഒരു എക്സാം വരുവാണ്,
ഞാൻ പഠിച്ച പോർഷനിൽ നിന്നെല്ലാം ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഞാൻ അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി അത് എഴുതുന്നു, ഞാൻ ടോപ്പായിട്ട് പാസ്സാവുന്നു, എനിക്ക് ആ ജോലി കിട്ടുന്നു. PSC എക്സാമോ അങ്ങനെ എന്തെങ്കിലും വിചാരിക്കുക, കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് വിചാരിക്കുക. അപ്പൊ അത് നമ്മളുടെ ഫാന്റസി വേൾഡ് ആണ്. നമ്മൾ അതിനെ റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അത് നമ്മുടെ ജസ്മി പറഞ്ഞു. അല്ല, അത് റിയാലിറ്റി ആവണമെന്നാണെങ്കിൽ നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ട് എക്സാം എഴുതാമെന്ന് പറയാം. അതെ, അപ്പൊ നമുക്കത് റിയാലിറ്റി ആക്കണമെങ്കിൽ പിന്നെ നമ്മൾ അതിനു വേണ്ടി സ്ട്രഗിൾ ചെയ്യാം, നല്ലപോലെ പഠിച്ച്. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ ഞാൻ പഠിച്ച ഭാഗത്തുനിന്ന് വരണമെങ്കിൽ ഞാൻ അത് നല്ലതുപോലെ പഠിച്ച് ആ എക്സാം ഞാൻ ഫേസ് ചെയ്യണം. അതാണ് റിയാലിറ്റിയുമായിട്ട് കണക്ട് ആവുന്നത്. ഓക്കെ, നൈസ്. അപ്പൊ അതാണ്. അപ്പൊ കുട്ടികളെ ഈ ഫാന്റസി വേൾഡിലേക്ക് പോകാൻ പല പല കാരണങ്ങളുണ്ട്. വീട്ടിലെ സിറ്റുവേഷൻ, സ്കൂളിലെ സിറ്റുവേഷൻ. വീട്ടില് കുഞ്ഞു കുട്ടികൾക്ക് എപ്പോഴും പറ്റുന്ന റബ്ബർ കാണുന്നില്ല, പെൻസില് കാണുന്നില്ല, ഷാർപ്നർ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എന്നും വരുമല്ലേ. കൊണ്ടുപോകുന്ന പകുതി സാധനം സ്കൂളിലിട്ടിട്ടായിരിക്കും അല്ലെങ്കിൽ കളഞ്ഞിട്ടായിരിക്കും വരുന്നത്. ശരിയാണ്. ഇവരൊരു കഥ അങ്ങ് പറയും, കേട്ടിട്ടുണ്ടോ? ഉണ്ട് മിസ്. അവരുടെ ഡെയിലി കളഞ്ഞിട്ട് വരില്ല പണി. എനിക്ക് ദേഷ്യം വരും. ഡെയിലി പുതിയത് മേടിച്ചു കൊടുക്കണം, മതിയാവൂലേ? ഒരു പെൻസിലാണ്. ഇവരൊരു കഥ അങ്ങ് പറയാൻ തുടങ്ങും. അവരവരുടെ ഒരു ഫാന്റസി വേൾഡ്. പക്ഷെ ആ ക്രിയേറ്റിവിറ്റി നമുക്ക് അവരെ നെക്സ്റ്റ് ഡെവലപ്മെന്റ് സ്റ്റേജിലേക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അവരുടെ അക്കാദമിക്സിലേക്ക് ഇത് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അതേസമയം വീട്ടിലിപ്പോ അച്ഛനും അമ്മയും തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങൾ. അങ്ങനെ വരുമ്പോൾ കുട്ടി അങ്ങ് ഉൾവലിഞ്ഞു പോയി അവന്റേതായ അല്ലെങ്കിൽ അവളുടേതായിട്ടുള്ള ഒരു ലോകം ഉണ്ടാക്കിയിട്ട് ആ ഫാന്റസി വേൾഡിനകത്ത് ഇരിക്കാൻ കുട്ടി എപ്പോഴും ഇഷ്ടപ്പെടും. കുട്ടിയുടെ കംഫർട്ട് സോൺ അതാണ്. എപ്പോഴും ആ ഒരു കംഫർട്ട് സോണിലായിരിക്കും കുട്ടി ഉണ്ടാവുക. അപ്പൊ അങ്ങനെ നമ്മൾ പല കഥകളും കേട്ടിട്ടുണ്ട് അതുപോലെ. കാരണം പാരന്റ്സ് ഭയങ്കര തിരക്കുള്ള ആൾക്കാര്, ജോലി സംബന്ധമായി തിരക്ക്, അവര് കൂടുതൽ ഉയരങ്ങൾ അന്വേഷിച്ച് പോകുമ്പോഴേക്കും കുഞ്ഞുങ്ങളുടെ രീതി മാറിപ്പോകുന്നു. അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ പല മൂവീസും പലതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, നേരിട്ടുള്ള അനുഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. കുട്ടികൾ പലപ്പോഴും അവരെ കെയർ ചെയ്യുന്ന ആളുകളെ തേടിപ്പോകും. അങ്ങനെ കുറച്ചുകൂടെ വലുതാവുമ്പോൾ, ചെറിയ കുട്ടികളുടെ കാര്യമല്ല പറഞ്ഞത്, ചെറിയ കുട്ടികൾ അവരുടെ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിലായിരിക്കും. കൂടെ വലുതാവുമ്പോൾ അവര് വേറെ ആളുകളെ തേടി അന്വേഷിച്ചു പോകും. അങ്ങനെ വീട്ടിലെ ഡ്രൈവർ അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. സോ അപ്പൊ നമ്മുടെ ഈ ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി അത് കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്നതിനെ നമ്മൾ അവരുടെ ബ്രില്യൻസ് സൈഡിലേക്ക്, അവരുടെ ഇന്റലിജൻസ് സൈഡിലേക്ക് നമ്മൾ തിരിച്ചുവിടുമ്പോൾ അവിടെയാണ് അവരുടെ അക്കാദമിക്സ് ബ്രില്യൻസും, അത് കൂടാതെ ഒരു ഏജ് ഒക്കെ ആകുമ്പോൾ നമ്മൾ 6th സ്റ്റാൻഡേർഡ് 5th സ്റ്റാൻഡേർഡ് 7th സ്റ്റാൻഡേർഡ് ഒക്കെ ആകുമ്പോഴേക്ക് സ്കൂളിൽ എക്സിബിഷൻ പോലുള്ള പരിപാടികളൊക്കെ നടക്കാറില്ലേ. ആ സമയത്ത് ചില കുട്ടികൾ കാണാറില്ലേ, തന്നെത്താനെ കുറെ സാധനങ്ങൾ ക്രിയേറ്റീവായിട്ട് ചെയ്തുകൊണ്ട് വരും. അവരുടെ ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി കറക്റ്റ് ആ ഒരു ഏജ് ആകുമ്പോഴേക്കും അതിലേക്ക് എത്തുന്നതുകൊണ്ടാണ് അങ്ങനെ. അപ്പൊ എല്ലാ കുട്ടികളിലും ഉണ്ട് ഈ ഒരു പവർ. അത് ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴേക്കും അത് നല്ല ലെവലിൽ തന്നെ റിസൾട്ട് കാണിക്കും. അതാണ് ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റിയിൽ പറയുന്നത്. നമ്മളൊന്ന് വായിച്ചു തോന്നുന്നു. എന്നാലും ഈ ഇപ്പൊ നമ്മൾ വായിക്കുമ്പോൾ കുറച്ചധികം വായിച്ചു പോകും കേട്ടോ. അല്ലെങ്കിൽ ഫസ്റ്റ് ബാച്ചിനെ തീരാനായിട്ട് കുറെ സമയം എടുത്തു. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് എല്ലാ വർക്കും ടൈംലി കഴിയുവാണെങ്കിൽ ഒരു 10 months കൊണ്ട് കോഴ്സ് തീർക്കുക എന്നുള്ളതാണ്. എന്നിട്ട് നമുക്ക് ബാക്കി 2 months നമ്മളുടെ എല്ലാ വർക്കുകളും കാര്യങ്ങളും എക്സാമിനുള്ള പ്രിപ്പറേഷൻസും എല്ലാം ചെയ്യാം. ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടുള്ള ആരെങ്കിലും ഈ ബാച്ചിലുണ്ടോ? ഉണ്ടോ? ഏതെങ്കിലും രീതിയിൽ ഫിസിക്കലി ബുദ്ധിമുട്ട്, ഇങ്ങനെ പ്രഗ്നന്റ് ആണ്, അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ അതിനൊരു പ്ലാറ്റ്ഫോം റെഡിയാക്കി. അപ്പൊ ഓൺലൈൻ ടീച്ചിങ് ഓൺലൈനേക്കാൾ എപ്പോഴും നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ ചെന്ന കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് തന്നെയാണ്. മോക്ക് ടീച്ചിങ് പ്രാക്ടീസ് പോലെ ചെയ്യിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിരിക്കും. എന്താ ഒരു അഭിപ്രായം? നല്ലതാ. ചെറിയ കുട്ടിയെല്ലാം ഉണ്ട്, അതിനോണ്ട് പോവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ. പറ്റുന്നവര് എന്തായാലും സ്കൂളുകളിൽ തന്നെ പോവുക. കാരണം ആ ഒരു അറ്റ്മോസ്ഫിയർ, എൻവയോൺമെന്റ് എല്ലാം മനസ്സിലാക്കണം. കുട്ടികളുമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യണം. അതൊക്കെ പറ്റുന്നവര് ചെയ്യും. ഒട്ടും പറ്റാത്തവർക്ക് നമുക്ക് അവർക്കൊരു മോക്ക് ഡ്രിൽ എന്നൊക്കെ കൊടുക്കുന്ന പോലെ തന്നെ മോക്ക് ടീച്ചിങ് പ്രാക്ടീസ് ഞാനൊന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സാറിനോട് സംസാരിക്കാം. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം അറേഞ്ച് ചെയ്യാനായിട്ട് നമുക്കത് ചെയ്ത് നോക്കാം. നല്ലതായിരിക്കും. കാരണം നിങ്ങൾക്ക് അപ്പൊ ആ ഒരു ഷൈനസ് അതെല്ലാം മാറുമല്ലോ.
ഫ്രണ്ടില് കുട്ടികൾ ഇരിക്കുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിലപ്പോൾ ക്ലാസ് ഒക്കെ എടുക്കേണ്ടതായിട്ട് വരുന്ന അത് നിങ്ങൾക്കും പുതിയതായ ഒരു സ്കൂളിൽ ജോബ് കിട്ടി പോകുമ്പോൾ ടെൻഷൻ ഉണ്ടാവില്ല. സോ നമുക്ക് അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കാം. എല്ലാവർക്കും ആണോ ടീച്ചറെ? എല്ലാവർക്കും അല്ല, സ്കൂളിൽ പോകാൻ പറ്റുന്ന ഒരു സ്കൂളിൽ പോവുക തന്നെ വേണം. കാരണം അത് വേറൊരു എക്സ്പീരിയൻസാ. ഒട്ടും പറ്റാതെ വീട്ടിൽ നിന്നും അങ്ങനെ പോയി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനിലുള്ളവര്, ഗൾഫ് കൺട്രീസിലുള്ളവര്, കുഞ്ഞു മക്കളുള്ളവര്, പ്രഗ്നന്റ് ആയിട്ടുള്ളവര്, ജസ്റ്റ് ഡെലിവറി കഴിഞ്ഞവരൊക്കെ ഉണ്ട് നമ്മുടെ ബാച്ചിലെ പല ബാച്ചുകളിലും. സോ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ചെയ്താലോ എന്നൊരു ആലോചന. മിസ് അത് എന്നത്തേക്കാ മിസ് സ്റ്റാർട്ട് ചെയ്യുന്നേ? എന്റെ മനസ്സിലിങ്ങനെ വന്നൂന്നേ ഉള്ളൂ. ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് കേട്ടു. അപ്പൊ ഞാൻ അതൊന്ന് മനസ്സിലൊന്ന് ആലോചിച്ചു എന്നേ ഉള്ളൂ. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറഞ്ഞിട്ടില്ല. ഓക്കെ ഓക്കെ. പറഞ്ഞിട്ട് ഒരു കൺഫർമേഷൻ അതൊരു നല്ല കാര്യമായിരിക്കും എന്ന് എനിക്ക് തോന്നി. പക്ഷെ എന്ന് കരുതി എല്ലാവരും വന്ന് ഓൺലൈൻ ചെയ്യരുത്. കാരണം പറ്റുന്നവരെല്ലാം സ്കൂളിൽ നിന്നുള്ള എൻവയോൺമെന്റിൽ പോണം. അതൊട്ടും പറ്റാതെ ചില ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്റെ ഒരു കസിൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുന്നു. ആണല്ലേ? യെസ്. ഓൺലൈനായിട്ട് ചെയ്യാൻ ചില കുട്ടികൾക്ക് പ്രഗ്നന്റ് ആയ ചില കുട്ടികളൊക്കെ അവരങ്ങനെ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. നമ്മളുടെ ഇതിന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെ ആയി വരുന്നല്ലേ ഉള്ളൂ. പല പല പോസിബിലിറ്റീസ് എന്തെല്ലാമാണ് നമ്മൾക്കുള്ള കുറവുകൾ അതൊക്കെ നോക്കി ഒന്ന് അങ്ങനെ നോക്കിയപ്പോ ഈ ഒരു പ്രശ്നം പലരും ഇങ്ങനെ ഒരു കൺസേൺ ആയിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് പറ്റുന്നില്ല, ഇതാണ് ബുദ്ധിമുട്ട്, ഗൾഫ് കൺട്രീസിലെ സ്കൂളുകൾ പെർമിറ്റ് ചെയ്യുന്നില്ല, അങ്ങനെ ഇങ്ങനെ പല പല കേസസ് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം കേട്ടപ്പോ അത് ജസ്റ്റ് അവർക്ക് എങ്ങനെയാണെന്നറിയോ ഓൺലൈൻ? ഇല്ല, എങ്ങനെയാ ചെയ്യുന്നത് അറിയില്ല. എങ്ങനെയാണ് പറഞ്ഞത്, ചില കുട്ടികൾക്കൊന്നും സ്കൂളിലെ പോയിട്ട് പഠിപ്പിക്കാൻ അങ്ങനെ പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ ഇത്ര എമൗണ്ട് വാങ്ങിയിട്ട് ആദ്യം 1000 എന്തോ കൊടുത്തു, പിന്നെ 700 ആക്കുന്നുണ്ട്. ഒരു ഫീ പോലെ കൊടുക്കും. അങ്ങനെ ഒരു അത് കാണാനും ഇന്ററാക്ട് ചെയ്യാനും കുറച്ചു പേര് വേണമല്ലോ. കുഞ്ഞുങ്ങളില്ലല്ലോ, കുഞ്ഞുങ്ങൾക്ക് പകരം ഇടുക കുഞ്ഞുങ്ങൾക്കും പകരം ഇതുപോലെ നമ്മളെ പോലത്തെ സ്റ്റുഡൻസ് ഒരു മിക്സ് അങ്ങനെയാണ്. അവർക്ക് എന്നിട്ട് ചില ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ ചെയ്യിക്കും ഓൺലൈനായിട്ട്. മിസ് ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചായിരുന്നേ. അവള് അബ്രോഡാണ്. അപ്പൊ ഞാനും പതുക്കെ മൂവ് ചെയ്യാൻ നോക്കുവാണ്. അപ്പൊ ചോദിച്ചായിരുന്നു. അന്നേരം പറഞ്ഞു അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചർ അസിസ്റ്റന്റ് എന്നുള്ള പോസ്റ്റ് കിട്ടുമായിരിക്കും, ടീച്ചറായിട്ട് കിട്ടാൻ ചാൻസ് കുറവാണ്. ഇപ്പൊ നമുക്ക് വല്ലതും വർക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ ടീച്ചിങ് എന്നുള്ള രീതിയിലല്ല, പക്ഷെ സെയിം പോസ്റ്റ് ആൻഡ് ടീച്ചർ അസിസ്റ്റ് ചെയ്യുന്നു, കുട്ടികളുടെ കാര്യം നോക്കുന്നു, കുട്ടികളായിട്ടുള്ള ഇന്ററാക്ഷൻ ഉണ്ടാവും. പക്ഷെ എന്നാലും എന്നുള്ളൊരു പോസ്റ്റേ കിട്ടുള്ളൂ. പിന്നെ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് അവരും പറയുന്നത് സ്കൂളിൽ കൂടെ. പക്ഷെ നമുക്ക് എന്നുള്ളത് കിട്ടിയാലും മതി. ടീച്ചിങ് പ്രാക്ടീസിന്റെ സമയത്ത് നമുക്ക് ഒബ്സർവേഷൻ ആണല്ലോ മോണ്ടിസോറിയില്. ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ദൈവം അനുഗ്രഹിച്ചാൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അറിയത്തില്ല. ഓക്കെ, ഇപ്പൊ നമ്മൾക്ക് ഇങ്ങനെ ഒരു ഇത് തോന്നി. ഇങ്ങനെ പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോ ഞാനും ഓർത്തു അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ചെയ്യുവാണെങ്കിൽ. ഓക്കെ, സോ നമ്മൾ കുട്ടികളുടെ ഫാന്റസി, അവരുടെ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി, ഫാന്റസിയിലേക്ക് പോകാതെ അപ് ടു സർട്ടൻ എക്സ്റ്റെന്റ് ഫാന്റസി നല്ലത് തന്നെയാണല്ലേ. നമ്മള് ഭയങ്കര ഒരു ലോസ് സംഭവിച്ചിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ ഒരു ലോട്ടറി എടുത്തു. ലോട്ടറി എടുക്കുന്ന ഞാൻ എടുക്കുന്നില്ല കേട്ടോ, ഞാൻ ചുമ്മാ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ലാസ്റ്റ് ഡിജിറ്റിലാണ് നമുക്ക് പോയത്. ഓ ആകെ ഒരു ചെറിയൊരു വിഷമം ആർക്കെങ്കിലും വരുമല്ലോ. വരും മിസ്സേ. എന്റെ ആസ് എപ്പോഴും എടുക്കും. എന്നിട്ട് എനിക്ക് ഫോണിൽ കൊണ്ടു കാണിച്ചിട്ട് അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു ലാസ്റ്റ് നമ്പറിന് പോയിട്ടുണ്ടാവില്ലേ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കും. അപ്പൊ അവര് ചിരിക്കും. കാരണം എപ്പോഴും ഇതാണ്, 2 നമ്പറിന് പോയി 1 നമ്പറിന് പോയി പോവുകയെന്നല്ലാതെ കിട്ടലില്ലല്ലോ. നമ്മൾക്ക് അവിടെ നമുക്ക് ഇത്തിരി നേരത്തേക്ക് ആ വിഷമം മാറാനായിട്ടൊന്ന് ഫാന്റസിയിൽ പോവാം. പക്ഷെ കുറെ നേരം അവിടെ ആവരുതെന്നേ ഉള്ളൂ. അതൊക്കെ ഓക്കെയാണ് അല്ലെ. പിന്നെ അങ്ങനെ കുറെ ഡിഫൻസ് മെക്കാനിസം ആ ചാപ്റ്റർ എടുത്തോ? ഡിഫൻസ് മെക്കാനിസം എടുത്തോ? ചില കാര്യങ്ങളിൽ ഇപ്പം ഡിഫൻസ് മെക്കാനിസം ചില കാര്യങ്ങളിൽ പോസിറ്റീവാണ്. നമ്മളൊരാൾ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നമ്മൾ തിരിച്ച് പറയാതെ മിണ്ടാതെ നിൽക്കുന്നു. നമ്മൾ അതിനെ ഒപ്പോസ് ചെയ്യാതെ നമ്മൾ നിൽക്കുന്നു. നമുക്ക് സമാധാനം, പറഞ്ഞ ആൾക്ക് പറഞ്ഞതിന്റെ വിഷമം അത്രേ ഉണ്ടാവും. നമുക്ക് സമാധാനം, നമ്മളും തിരിച്ച് അതേപോലെ തന്നെ പറഞ്ഞ ആകെ ഒരു ടെൻഷൻ കൂട്ടുന്നതിന് ചില ടൈമില് ഡിഫൻസ് മെക്കാനിസം നല്ലതാണ്.
ബട്ട് സർട്ടൺ ഇത് ഡിഫൻസ് മെക്കാനിസം ഇറ്റ്സ് നോട്ട് ഗുഡ് എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. ഈ ഫാന്റസിയിലാവുന്നത് അപ് ടു സർട്ടൺ എക്സ്റ്റെൻഡ് ഓക്കെ. ബട്ട് കുഞ്ഞുങ്ങൾ ഫുള്ളി അങ്ങനെയായി പോകുമ്പോൾ അവർ ഭയങ്കരമായിട്ട് ഉൾവലിഞ്ഞു പോകും. അവർക്ക് പിന്നെ ആ വേൾഡിൽ നിന്ന് പുറത്തു വരാനായിട്ട് വിഷമായിരിക്കും. അവരുടെ ആ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി നമ്മൾ കണ്ട് മനസ്സിലാക്കി അവരെ നെക്സ്റ്റ് ഡെവലപ്മെന്റ് സ്റ്റേജിലേക്ക് വിടുന്നു. എക്സിബിഷൻസ് ഒക്കെ വരുമ്പോൾ അവരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പൊ അവരുടെ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി മുഴുവനും അതിലേക്ക് യൂസ് ചെയ്യും. നമ്മൾ ഒരു രീതിയിൽ ചാർട്ട് പേപ്പർ റെഡിയാക്കാം എന്നൊക്കെ പറഞ്ഞ് അവരെ അസിസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കുമ്പോൾ അവരുടെ ഐഡിയ വേറെ ആയിരിക്കും. വളരെ വളരെ ഈസി ആയിട്ട് വിത്തിൻ ടൈം അവർ കാര്യങ്ങൾ ചാർട്ടിൽ ചെയ്യുന്നത് കാണാം. ഞാനിവിടെ മോന്റെ കാര്യത്തിൽ കണ്ടിട്ടുണ്ട്. ഞാൻ ഭയങ്കര സ്കെയിലൊക്കെ എടുത്ത് അളന്ന് മുറിച്ചൊക്കെ വരുമ്പോഴേക്കും അവൻ വളരെ വിത്തിൻ ടൈം അവര് അത് ചെയ്തു വെക്കും. അത് പിള്ളേരും അങ്ങനെയാ. നമ്മളൊരു ഐഡിയ പറഞ്ഞു കൊടുക്കുക, ഇത് ചെയ്താൽ നല്ല പെർഫെക്റ്റ്. നമുക്ക് എപ്പോഴും പെർഫെക്ഷൻ വേണമെന്നാണല്ലോ നമ്മൾ ആഗ്രഹിക്കുക. പറയും ഇതാണ് പെർഫെക്റ്റ്, ഇത് ആരും ചെയ്യാത്ത ഐഡിയ ആയിരിക്കും, നോക്കിക്കോ എന്നൊക്കെ പറയാം. അമ്മയ്ക്ക് എന്താ ഇത് ഇതാവുമ്പോ ഇൻട്രസ്റ്റിംഗ് അതൊക്കെ പറഞ്ഞിട്ട് നമ്മളേലും വലിയ ഐഡിയ അവര് കൊണ്ടുവരും. പക്ഷെ ഈ റിയാലിറ്റിയുമായിട്ട് കുട്ടികളെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. മരിയ മോണ്ടിസോറി എപ്പോഴും അങ്ങനെയായിരുന്നു, റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുന്നു. കുട്ടികളെ എപ്പോഴും റിയൽ വേൾഡുമായിട്ട് കണക്ട് ചെയ്യിക്കുക എന്നുള്ളതായിരുന്നു അവർ പറഞ്ഞത്. അതാണ് വാട്ടർ പ്ലേ, സാൻഡ് പ്ലേ എല്ലാം അവരുടെ ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. റിയാലിറ്റിയുമായിട്ട് പിന്നെ ചെടി നടിയിക്കുക, പുല്ലും പറിച്ചു കളയുക, ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ റിയാലിറ്റിയുമായിട്ട് കുട്ടികൾ എപ്പോഴും കണക്റ്റഡ് ആണ്. വായിക്കണോ? ഇത് ഫുൾ വായിക്കണോ? എനിക്ക് തോന്നുന്നു ഓഡിയോ ക്ലിയർ ആയ ആരെങ്കിലും ഫുൾ വായിക്കണേ. ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. ആരാ വായിക്കാനോ ടീച്ചർ? അതെ അതെ. Development of imagination and creativity. According to Maria Montessori, these are inborn powers in the child which develops as his mental abilities are developed through his experience as he grows. The child needs practical and ordered perceptions of his environment to be capable of select and growing processes necessary for creative endeavors. She believed that to help the child organize his perceptions, he should be free to join with an environment which should be real, beautiful, and harmonious. To be creative, it is important to foster three qualities: power of attention and concentration, autonomy, and independence of judgment, which will provide freedom and ability to make his own decisions and openness to truth and reality. The child should be exposed to reality. Imagination power is of great use for the world because it generates practical applications. It is the process of forming mental images of objects in the absence of the concrete stimuli. It is the mental ability to reflect the images of memory. It is the mental ability to create original images and concepts by connecting the products of past experience. Montessori did not like the children being exposed to fantasies, as she believed fantasies are unreal, aimless, real, and do not give any beneficial base. She wanted children to have experiences that will provide rich and realistic groundwork that they can depend on his growth towards maturity. ഡോക്ടർ അടുത്ത വായിക്കണോ? Dr. Montessori says, okay, wait. Dr. Montessori says, imagination can have only a sensory basis. The sensory education which prepares for the accurate perception of the different details in the qualities of the things is therefore the foundation of the observation of things and of the phenomena which present themselves to our senses. And with
this, it helps us to collect from the external world of materials for the imagination. ബാക്കി നമുക്ക് പിന്നെ വായിക്കാം. ഓക്കെ, മറിയ മോണ്ടിസോറി പറയുന്നത് അവർ ഫാന്റസിയുമായിട്ട് കണക്ട് ചെയ്യാൻ ഒട്ടും താല്പര്യപ്പെട്ടിട്ടില്ല. റിയൽ വേൾഡ്, അൺറിയൽ ആയിട്ടുള്ളതൊന്നും വേണ്ട, റിയൽ വേൾഡുമായിട്ട് കണക്ട് ചെയ്യണം. അതിനുവേണ്ടി അവരവരുടെ എൻവയോൺമെന്റിൽ നമ്മളുടെ പുറത്തുള്ള യൂണിവേഴ്സിന്റെ ഒരു മിനിയേച്ചർ വേർഷൻ തന്നെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുക. കുട്ടികൾ ഈ 6 വയസ്സ് കഴിഞ്ഞ് ഈ എൻവയോൺമെന്റിൽ അവര് അഡാപ്റ്റഡ് ആയി 6 വയസ്സ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അവർക്കൊന്നും പുതിയതൊന്നുമല്ല, എല്ലാം അവർ കണ്ടിട്ടുണ്ട് ഈ എൻവയോൺമെന്റിൽ. അതിന്റെ ഒരു മിനിയേച്ചർ വേർഷൻ, പുറത്തുള്ളതിന്റെ ഒരു മിനിയേച്ചർ വേർഷനാണ് അകത്തുള്ളതെന്ന് മാത്രം. അപ്പൊ ഇവരുടെ ഈ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് നെക്സ്റ്റ് ഡെവലപ്മെന്റ് സ്റ്റേജിൽ അവരെ കൂടുതൽ പൊട്ടൻഷ്യൽ ആക്കാനായിട്ട് ഹെൽപ്ഫുൾ ആണെന്നാണ് മറിയ മോണ്ടിസോറിയുടെ കണ്ടുപിടുത്തം. അവരുടെ ആ ഒബ്സർവേഷൻ ഒക്കെ വളരെ കറക്റ്റ് തന്നെയായിരുന്നു. അങ്ങനെ ആ രീതിയിൽ കുട്ടികളെ ഇങ്ങനെ ഗ്രൂം ചെയ്ത് പോകുമ്പോഴേക്കും അവരുടെ ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ ഒക്കെ ഇംപ്രൂവ് ആയി അത് അവര് പുതിയ പുതിയ ഡിസ്കവറീസിലേക്ക് കൊണ്ടുപോകും അല്ലെ, ആ ഒരു രീതിയിൽ. ഇനി മറിയ മോണ്ടിസോറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് 6 ഇയേഴ്സ് വരെയുള്ള കുട്ടികളുടെ കാര്യത്തിൽ അവരുടെ കോൺട്രിബ്യൂഷൻ വളരെ എന്താ പറയാ അപ്രീഷ്യബിൾ ആയിരുന്നു. നമുക്ക് ശരിക്കും അവർക്കൊരു അപ്രൈസൽ കൊടുക്കാം. അതുപോലെ തന്നെ ആഫ്റ്റർ 6 ഇയേഴ്സ് വലിയ ഏജ് ആയപ്പോഴേക്കും അവർ ഇൻകേപ്പബിൾ ആയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ മാറ്റങ്ങൾ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാനോ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനോ അവർക്ക് കാര്യമായിട്ടൊന്നും ശരിക്കും സാധിച്ചില്ല. ബട്ട് ആ ഒരു 6 ഇയേഴ്സ് വരെ, അതായത് ബേസ് ഫണ്ടമെന്റൽ ഏജ് എന്ന് പറയാലോ, ആ സമയത്ത് അവരുടെ കോൺട്രിബ്യൂഷൻ വളരെ വലുത് തന്നെയായിരുന്നു. എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തിരുന്ന കാര്യം തന്നെയായിരുന്നു ആ സമയത്തെ കുട്ടികളുടെ രീതികൾ. എല്ലാവരും എന്താ എക്സ്പെരിമെന്റ് ചെയ്ത് തന്നെ നോക്കി, എക്സ്പീരിയൻസ് ചെയ്തു അതിന്റെ റിസൾട്ട്. അപ്പൊ അങ്ങനെ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തു. അതൊക്കെ നമ്മൾ മോണ്ടിസോറിയുടെ ആ കാര്യങ്ങൾ വായിച്ചപ്പോ തന്നെ നമുക്ക് മനസ്സിലായി. എല്ലാവരും അത് ആക്സെപ്റ്റ് ചെയ്തു, എല്ലാ കൺട്രികളും തന്നെ ആക്സെപ്റ്റ് ചെയ്തു. പലരും അതിന്റെ മിക്സഡ് വേർഷൻസ് ഉപയോഗിക്കുന്നുണ്ട്, അതിന്റെ ചെറിയ വേർഷൻസ് ചെറിയ രീതിയിൽ ഉപയോഗിച്ചു പോകുന്നുണ്ട്. അങ്ങനെ പല രീതിയിലും കുട്ടികളിൽ പല ഇന്റർവെൻഷൻസും നടത്തുന്നുണ്ട്. ഈ എന്താ ബ്ലൈൻഡ് സ്കൂളുകളിലും അതുപോലെ തന്നെ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ സ്പെഷ്യൽ സ്കൂളുകളിലും എല്ലാം ഇതേ മെത്തേഡ് തന്നെ അവർ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് നിങ്ങൾ പറ്റിയാൽ ഒരു സ്പെഷ്യൽ സ്കൂളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കൂ. അവിടെ നമ്മൾക്ക് ഈ മോണ്ടിസോറി മെത്തേഡ് മനസ്സിലാക്കിയതിന് ശേഷം കേട്ടോ സ്പെഷ്യൽ സ്കൂൾ വിസിറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെയും മോണ്ടിസോറി മെത്തേഡാണ് കുറേയൊക്കെ ഫോളോ ചെയ്യുന്നതെന്ന് അവിടെ നമുക്ക് മനസ്സിലാകും. അവിടെ കുട്ടികളുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് അവരെ ആ സ്കില്ലിലേക്ക് തിരിച്ചുവിടുന്നതാണ്. അവിടെ പിന്നെ നമുക്ക് ഏജ് വൈസ് ഒന്നും പറയാൻ പറ്റില്ല. കാരണം 17 ഇയേഴ്സ് വരെയുള്ള കുട്ടികൾ ഉണ്ടാവും. അതില് ഇപ്പൊ 17 ഇയർ ഉള്ള ആൾക്ക് സ്പെഷ്യൽ കിഡ്സ് ആണല്ലോ, പല ഡിസബിലിറ്റി ഉള്ളത് കാരണം ഈ 17 ഇയറുകാരന് ചിലപ്പോ അവിടെ തന്നെയുള്ള 5 ഇയറുകാരനെ പോലെ ചിലപ്പോൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റില്ലായിരിക്കും. പക്ഷെ 5 ഇയറുകാരൻ കുറച്ചുകൂടെ കൂടുതലായിട്ട് ചെയ്യും. അങ്ങനെ അവിടെ ഗ്രൂപ്പ് ചെയ്യുന്നത് അങ്ങനെയാണ്. കുട്ടികളുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച്, ഏജ് അനുസരിച്ചല്ല അവിടുത്തെ ഗ്രൂപ്പിംഗ്. പൊട്ടൻഷ്യൽ അനുസരിച്ച് ഇവരെ ഓരോരോ ഗ്രൂപ്പ് ആക്കും, എന്നിട്ട് അവർക്ക് ആ ടാസ്ക് കൊടുക്കും, അവരുടെ ആ സ്കില്ല് ഇംപ്രൂവ് ചെയ്തുകൊണ്ട് വരും. അങ്ങനെയാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഈ ഒരു പോയിന്റ്സ് ഒന്ന് വായിക്കാമോ? Imagination improve ചെയ്യാൻ Child's imagination, he should be provided with a lot of experience with real things, concrete manipulation with concrete objects, read real stories to children, freedom, chance to connect with nature, sensory education as indirect preparation for later learning through imagination and abstraction, truth and reality, cosmic access to the culture, subject response to the child's need for knowledge and truth. യെസ്, ഓക്കെ. സോ കുട്ടികളുടെ ഇമാജിനേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ അവർ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുക, റിയൽ തിങ്സ് കൊടുക്കുക. ഞാനൊക്കെ അന്ന് നഴ്സറിയാണ്, KG എന്നുള്ള ഒരു ഇതില്ലല്ലോ അന്ന് ഒരു ഞങ്ങളുടെ അവിടെയുള്ള ഒരു ലൈബ്രറി, ഒരു വായനശാലയോട് ചേർന്നിട്ടാണ് നഴ്സറി ഉണ്ടായിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ വുഡൻ ബ്ലോക്സ് ഇല്ലേ, പല ഷേപ്പ്, ക്യൂബും ക്യൂബോയിഡ്സും അങ്ങനെ പല പല ഷേപ്പിലുള്ള ട്രയാങ്കുലർ ഷേപ്പ്, അങ്ങനെ പല രീതിയിലുള്ള സോളിഡ്സ്,
വുഡൻ ബ്ലോക്സ് ആയിരുന്നു ഞങ്ങൾക്ക് കളിക്കാനുണ്ടായിരുന്നത്. ഒന്നും പ്ലാസ്റ്റിക്കിന്റെ, അന്ന് തന്നെ പ്ലാസ്റ്റിക്കുകളൊന്നും ഇല്ലല്ലോ, പ്ലാസ്റ്റിക്കിന്റെ പോലത്തേതായിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല. അപ്പൊ ഇപ്പോഴും നമ്മളുടെ മനസ്സിൽ അതിങ്ങനെ ഇംപ്രഷൻ ആയിട്ട് കിടക്കുക. ആ വുഡൻ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഓരോരോ ഷേപ്പ് ഉണ്ടാക്കുന്നതും അതിങ്ങനെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് എടുത്ത് വെക്കുന്നതും അത് കുറെ ബാലൻസ് ആയിട്ട് താഴെ വീഴുന്നതും വീണ്ടും എടുത്ത് വെക്കുന്നതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷെ ശരിക്കും റിയൽ തിങ്സുമായിട്ടായിരുന്നു അന്നും കണക്ട് ചെയ്തിരുന്നത്. അപ്പൊ അന്നത്തെ നഴ്സറി ബാലവാടി എന്നും പറയുമായിരുന്നു. ഇപ്പൊ അംഗൻവാടിക്ക് പകരം അന്ന് ബാലവാടി എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു. ഞാൻ 2 സ്ഥലത്തും പോയിട്ടുണ്ടായിരുന്നു, ഈ നഴ്സറിയിലും ഈ ബാലവാടിയിലും. 2 സ്ഥലത്തും ഇതുപോലുള്ള സാധനങ്ങളായിരുന്നു. ടോയ്സ്, നമുക്ക് കളിക്കാനുള്ള, അല്ലാതെ ആണെങ്കിൽ ഒരു തരം താറാവ് പോലത്തെ ഇങ്ങനെ നമ്മളിങ്ങനെ അതിന്റെ മുകളിൽ കയറുന്ന കുതിരയും ഒരു താറാവിന്റെ ഷേപ്പുള്ളതുണ്ട്. അതിന്റെ മുകളിൽ നമ്മൾ ആടുന്നതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എല്ലാം വുഡ് കൊണ്ടുള്ള സാധനങ്ങളായിരുന്നു ഞങ്ങളുടെ നഴ്സറിയിലും ഈ ബാലവാടിയിലും. അപ്പൊ ശരിക്കും റിയൽ തിങ്സുമായിട്ട് കണക്ട് ചെയ്യുവാണ്, അതുമായിട്ട് ആക്ടിവിറ്റി ചെയ്യുന്നു, എക്സ്പീരിയൻസ് ചെയ്യുന്നു പല കാര്യങ്ങളും. പിന്നെ എപ്പോഴും കുട്ടികളോട് റിയൽ സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കണം എന്നാ പറയുന്നത്. അവരോട് റിയൽ സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കുക, പിന്നെ ഫ്രീഡം കൊടുക്കുക, പിന്നെ കോൺക്രീറ്റ് ഒബ്ജക്ട്സ്. അതായത് ഇപ്പോ ഈ ചെറിയ കുട്ടികളോട് നീ സത്യം പറയണം, സത്യസന്ധനായിരിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും മനസ്സിലാവില്ല. അതേസമയം അവർക്ക് നല്ല ലെങ്ത് ഉള്ള ഒരു സ്റ്റിക്ക് കൊടുക്കുന്നു. സോ ആ ലെങ്ത് എന്നുള്ള കൺസെപ്റ്റ് കിട്ടും. കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ അവർക്ക് മനസ്സിലാവുള്ളൂ. അതായത് റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ളത്, കള്ളം പറയരുത്, സത്യം പറയണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ശിക്ഷിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞ് കുട്ടികൾക്ക് മനസ്സിലാവില്ല ശരിക്കും. ബട്ട് വി ക്യാൻ ഗീവ് ദം ദാറ്റ് മെസ്സേജ് ത്രൂ അതർ തിങ്സ്. നമുക്ക് അവരോട് ഇതുപോലെ റിയൽ സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കാം, റിയൽ ഹീറോസിന്റെ സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കാം. അതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ കൂടെ അവർക്ക് കിട്ടും ഈ ഐഡിയാസ്. ഓണസ്റ്റി എന്താണ്, മ്യൂച്വൽ ലവ് എന്താണ്, മ്യൂച്വൽ സപ്പോർട്ട് എന്താണ്, അങ്ങനെയുള്ള റിയൽ സ്റ്റോറീസ് എല്ലാം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. പിന്നെ ഫ്രീഡം. ഓൾവേസ് എപ്പോഴും നമ്മൾ വിചാരിക്കുക, നമ്മൾ ഫ്രീഡം എന്നുള്ളത് അതിപ്പം മോണ്ടിസോറി മെത്തേഡ് ആണെങ്കിലും നമ്മുടെ വീട്ടില് നമ്മളുടെ കുഞ്ഞുങ്ങളോടാണെങ്കിലും ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് ആണ്. ആ ഒരു കുട്ടിയുടെ ഏജ് അനുസരിച്ച് അവൻ എന്ത് ഫ്രീഡം വേണം എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യണം. എന്ന് വെച്ചാൽ ഭയങ്കര കൺട്രോളിങ് അല്ല. നമ്മൾ ആ ഒരു ഫ്രീഡം, നമ്മൾ അതിന്റെ ഒരു കൺട്രോൾ. ഇപ്പൊ പട്ടം നമ്മൾ ആ ചരടിൽ നമ്മൾ മുറുക്കെ പിടിക്കില്ലേ, നമ്മളുടെ കൈ അഴിഞ്ഞു പോയാൽ പട്ടം വിട്ടുപോകും അല്ലെ, കയ്യിൽ നിന്ന് വിട്ടുപോയി. അതേപോലെ തന്നെ ആയിരിക്കണം ആ ഒരു ഫ്രീഡം കൊടുക്കുമ്പോൾ വിത്തിൻ ദ ലിമിറ്റ്സ് ആയിരിക്കണം ആ ഫ്രീഡം. ബട്ട് അവർ എൻജോയ് ചെയ്യും ആ ഫ്രീഡം. അവർക്ക് കൺട്രോൾ ഉണ്ടെന്നൊരു ഫീലേ വരില്ല. ആ രീതിയിലാണ് ഫ്രീഡം നമ്മൾ പ്രൊവൈഡ് ചെയ്തത്. പിന്നെ നേച്ചറുമായിട്ട് കണക്ട് ചെയ്യിക്കുക, ചെടികളെ നോക്കുക. നമ്മൾ ചില ചെടികളൊക്കെ വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിറയെ ബട്ടർഫ്ലൈസ് വരും. ആ രീതിയിൽ ബട്ടർഫ്ലൈസ് വരുന്ന രീതിയിൽ പൂക്കളുള്ള ചെടികൾ വളർത്തുന്ന ഒരു ഗാർഡൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അവർക്ക് അങ്ങനെയുള്ള മൈന്യൂട്ട് കാര്യങ്ങൾ, ബട്ടർഫ്ലൈ, ചെറിയ വണ്ട്, അതിനെയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. മൈന്യൂട്ട് കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കും. ഓക്കെ, അപ്പൊ നേച്ചറുമായിട്ട് എപ്പോഴും കണക്ട് ചെയ്യുക. ഉറുമ്പിനെ കാണിച്ചു കൊടുക്കാം. അത് എത്രയും നേരം വേണമെങ്കിലും ആ ഉറുമ്പ് മൂവ് ചെയ്തോണ്ടിരിക്കണം, നോക്കിക്കൊണ്ടേയിരിക്കും. ഉറുമ്പിന്റെ യാത്ര അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ പിന്നെ അവരുടെ സെൻസോറിയൽ എഡ്യൂക്കേഷൻ, അവരുടെ എല്ലാ സെൻസും കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള എഡ്യൂക്കേഷൻ ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. ദാറ്റ് വിൽ ഡെവലപ്പ് ദെയർ ക്രിയേറ്റിവിറ്റി ആൻഡ് ഇമാജിനേഷൻ. പിന്നെ വീണ്ടും പറയാണ്, ട്രൂത്ത് ആൻഡ് റിയാലിറ്റി അത് കണക്ട് ചെയ്യുക. കുട്ടികളുടെ മുമ്പിൽ വെച്ച് നല്ല അല്ലാതെയും നമ്മൾ ഒരിക്കലും ഒരു റോങ് മെസ്സേജ് അവർക്ക് കിട്ടുന്ന രീതിയിൽ പെരുമാറരുത്. നമ്മൾ ആരെങ്കിലും വരുമ്പോ ഞാനിവിടെ ഇല്ല എന്ന് പറഞ്ഞേക്ക്. സോ വി ആർ ഗിവിംഗ് ദം എ റോങ് മെസ്സേജ്. സോ ട്രൂത്ത് റിയാലിറ്റി എന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ കാണിച്ചിട്ട് കുട്ടികളോട് നീ കള്ളം പറയരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നമ്മളെ ഇതാക്കൂ, വേറെ വാല്യൂ തരില്ല. കാരണം ഓൾറെഡി നമ്മൾ അവരോട് കള്ളം പറഞ്ഞ് അവരെ കൊണ്ട് ചെയ്യിച്ചു. എന്നിട്ട് അവരോട് കള്ളം പറയരുതെന്ന് പറയാൻ നമുക്ക് യാതൊരു ഇതില്ല. സോ ട്രൂത്ത് ആൻഡ് റിയാലിറ്റി നമ്മൾ അവരെ കാണിച്ചു കൊടുക്കണം. വി ഹാവ് ടു ഷോ ദം. അങ്ങനെ നേച്ചറുമായിട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ കുട്ടിക്ക് നോളജ്, ട്രൂത്ത് അതെല്ലാം തന്നെ വന്നോളും. പുതിയ പുതിയ അറിവുകളും എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. ഓക്കെ, ഈ ഒരു പ്രോസസ്സിൽ കുട്ടി 5 സ്റ്റേജസിലൂടെ കടന്നു പോകും. ആ 5 സ്റ്റേജസ് ആണ് വരുന്നത്. സോ ആ 5ഉം ആരെങ്കിലും ഒന്ന് വായിച്ചു. ഞാൻ വായിക്കാം. The child will go through 5 stages in the process. The first stage is when the child is absorbing the surrounding, he takes in all that is around him and it become a part of him. Second stage is assimilating all the information he sees. He will order the information until he gets the understanding of it.
That's why the presentation must be clear and consist and the idea you are teaching isolated. Third stage is when the child becomes familiar with the idea and wants to practice. There is a need for repetition in which he discovers new things. Fourth stage is when the child is using the imagination and he makes connection between the materials and surrounding. Fifth stage is when the child is doing creative action or spontaneous activity. To encourage this creativity in the classroom, we must look at certain areas such as Okay, so first സ്റ്റേജില് ചുറ്റും നടക്കുന്നതെല്ലാം അബ്സോർബ് ചെയ്യുന്നു. അബ്സോർബൻ മൈൻഡ് ആണ് കുട്ടിക്കുള്ളത് അല്ലെ. രണ്ട് ഇന്റേണൽ എയ്ഡ്സ് ആണുള്ളത്, അബ്സോർബൻ മൈൻഡും സെൻസിറ്റീവ് പീരീഡും. എന്തൊക്കെ കാണുന്നു കേൾക്കുന്നു എല്ലാം അവരങ്ങ് പിടിച്ചെടുക്കും. നമ്മൾ കുഞ്ഞിച്ചിരി ഒന്ന് വലുതാവുമ്പോ ഒരു 2.5-3 വയസ്സൊക്കെ ആവുമ്പോഴേക്കും എന്തെങ്കിലും നമ്മളിരുന്ന് സംസാരിക്കുമ്പോ ചിലപ്പോ ആൾക്കാർ പറയില്ലേ പതുക്കെ പറ ഫുൾ പിടിച്ചെടുക്കുന്നു പറയില്ലേ, അതുപോലെ അവരുടെ അബ്സോർബൻ മൈൻഡ് ആണ്. അവരത് കംപ്ലീറ്റ് അങ്ങ് എടുക്കുക. ചുറ്റുമുള്ളതെല്ലാം അതെല്ലാം അവന്റെ ഒരു പാർട്ടാക്കി മാറ്റും. കിട്ടുന്ന ഇൻഫർമേഷൻസിനെ അവര് അനലൈസ് ചെയ്യുന്നു, അതിനെ പിന്നെ ഒരു ഓർഡറിലാക്കുന്നു. നമ്മളൊരു എക്സാമ്പിൾ എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്. ഒരു കുഞ്ഞിന്റെ അമ്മ ജാക്കറ്റ് കയ്യിലിട്ടപ്പോൾ കുട്ടി ഭയങ്കര വാശിയെടുത്തു. കാരണം ജാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇടാനുള്ളത് അല്ലാണ്ട് കയ്യില് ചുമ്മാ തൂക്കിയിടാനുള്ളതല്ല എന്നുള്ള ആ ഒരു ഓർഡർ അവർക്ക് ഫോം ചെയ്യുവാണ്. അപ്പൊ എല്ലാത്തിനെ കുറിച്ചും ഒരു ഓർഡർ അവർക്ക് ഫോം ചെയ്യും. നമുക്കറിയാം വീട്ടിലെ പല സാധനങ്ങൾ ഇവരൊന്ന് ഇച്ചിരി വലുതായി കഴിയുമ്പോഴേക്കും നമുക്ക് പലതും കിട്ടില്ല, എവിടെ പോയി നമ്മൾ അന്വേഷിച്ചെടുക്കും. അവരെ സംബന്ധിച്ച് അതിന്റെ ഓർഡർ വേറെ സ്ഥലത്തായിരിക്കും, വേറെ എവിടെയെങ്കിലും അവർ കൊണ്ടുവയ്ക്കും. സോ അങ്ങനെ ഒരു ഓർഡർ അവർക്ക് ഫോം ചെയ്യുന്നു. അപ്പം ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നല്ല ക്ലിയർ കൺസിസ്റ്റന്റ് ആയിട്ടായിരിക്കണം കൊടുക്കുന്നത്. ഇപ്പൊ നമ്മളൊരു ടീച്ചിങ് മെറ്റീരിയൽ കൊടുത്താലും അതെല്ലാം അങ്ങനെ തന്നെ. തേർഡ് സ്റ്റേജ്, എപ്പോഴും കുട്ടി ഒരു കാര്യം ഫെമിലർ ആയി കഴിഞ്ഞാലും അവൻ ഒരു റിപ്പീറ്റ് ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കും. അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ റിപ്പീറ്റ് ചെയ്യും. അതിലൂടെ വീണ്ടും ഓരോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോഴും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളായിരിക്കും കുഞ്ഞുങ്ങളെ സംബന്ധിച്ച്. പ്രാക്ടീസ് ചെയ്യുന്നു, ഇഷ്ടമുള്ള കാര്യങ്ങൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നു, ഫെമിലറൈസ് ആവും. ഫോർത്ത് സ്റ്റേജ്, ഇമാജിനേഷൻ യൂസ് ചെയ്യുമ്പോൾ പലപ്പോഴും ചുറ്റും സറൗണ്ടിങ്സും കയ്യിൽ കിട്ടുന്ന മെറ്റീരിയൽസുമായിട്ടുള്ള കണക്ഷൻ ആയിരിക്കും. അതിനനുസരിച്ചുള്ള റിയൽ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ കുട്ടിയുടെ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി കുറെ കൂടെ ഡെവലപ്പ് ആകും. ഫിഫ്ത് സ്റ്റേജ്, അങ്ങനെ ഈ ഓരോ ആക്ടിവിറ്റി ചില സമയത്ത് ഈ ക്രിയേറ്റീവ് ആക്ഷൻ സ്പോണ്ടേനിയസ് ആയിട്ട് പെട്ടെന്ന് വരാം ഈ ആക്ടിവിറ്റീസ് പലതും. അങ്ങനെ ഈ കുട്ടിയുടെ ക്രിയേറ്റിവിറ്റി എൻകറേജ് ചെയ്യാനായിട്ട് നമുക്ക് സർട്ടൻ ഏരിയാസ് നോക്കാം. ഓരോ ഏരിയയിലും ഓരോ ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ അതെങ്ങനെയാണ് കുഞ്ഞുങ്ങളുടെ വ്യത്യാസം വരുന്നതെന്ന്, എന്ത് ലേണിംഗ് ആണ് അതിലൂടെ അവർക്ക് കിട്ടുന്നത് എന്നുള്ളത്. ഓക്കെ, ഓർഡർ ഫോം ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു, റിപ്പീറ്റേഷൻ ചെയ്യുമ്പോൾ പല കാര്യങ്ങളും അവർക്ക് ഉണ്ടാകുന്നു. പിന്നെ ട്രൂത്തും റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവരിൽ ആ ഒരു കണക്ഷൻ വരുന്നത്. അങ്ങനെ ഓരോരോ ഏരിയയില് എന്ത് ലേണിംഗ് ആണെന്നുള്ളത്. അപ്പൊ കൺസ്ട്രക്ഷൻ ഏരിയ എന്ന് പറയുവാണെങ്കിൽ നമുക്കിപ്പോ ഒരു ബോക്സിനകത്ത് കുറെ ബോക്സസ് ഉണ്ടെന്നായിരിക്കും. ജങ്ക് ചിലപ്പോ കുറെ പേപ്പർ ബിറ്റ്സ് ആകാം, കുറെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഫില്ല് ചെയ്തിട്ടുള്ള ബോക്സ്. അത് കുട്ടികളുടെ മുന്നിൽ വെച്ചു കൊടുത്താൽ അവരവരുടെ ഇമാജിനേഷൻ അനുസരിച്ച്, ചില കുട്ടികളൊക്കെ കുറച്ച് പേപ്പർ കഷ്ണങ്ങളും പശയും ബോർഡും ഒക്കെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ കൊളാഷ് ഉണ്ടാക്കും. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽസ്, ഇതുപോലെ മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവരവരുടെ ഇമാജിനേഷൻ അനുസരിച്ച് പല കാര്യങ്ങളും ചെയ്തു വെക്കും. ഒരു കുട്ടി ചെയ്യുന്ന പോലെ ആവണമെന്നില്ല വേറൊരാൾ ചെയ്യുന്നത്, ഓരോരുത്തരും അവരുടെ യുണീക് സ്റ്റൈലിൽ ചെയ്യും. ടെക്നോളജി ഏരിയ, ഇപ്പൊ വുഡ്, എലാസ്റ്റിക് പാൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുവാണെങ്കിൽ കുട്ടി ആ വുഡൻ പീസ് കൊണ്ട്, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ നഴ്സറിയിൽ നിറയെ വുഡൻ ബ്ലോക്സ് ആയിരുന്നു. ഓരോരുത്തരും അവരുടെ ഒരു കൺസെപ്റ്റിൽ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി വെക്കുമായിരുന്നു. അപ്പൊ കുട്ടി ഓരോ മോഡൽ ഉണ്ടാക്കും, അങ്ങനെ ഓരോന്നും ക്രിയേറ്റ് ചെയ്യും. പിന്നെ പേപ്പേഴ്സ് കൊടുക്കുവാണെങ്കിൽ അവർ ആ പേപ്പർ കൊണ്ട് ഓരോന്നും ഉണ്ടാക്കി വെക്കും. സയൻസ് ഏരിയ, ഇപ്പൊ ഗാർഡനില് സാൻഡ് പിറ്റ്, ഒരു കുഴി ഉണ്ടാക്കുവാണെങ്കിൽ മണ്ണില് കുഴി പോലെ വെക്കുക. പിന്നെ വാട്ടർ പ്ലേ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ കുട്ടി കൂടുതലും എൻവയോൺമെന്റുമായിട്ട് കണക്റ്റഡ് ആകും. ചെടി നടാനും പിന്നെ ചെടിക്ക് വേണ്ടി മണ്ണ് സെറ്റ് ചെയ്യാനും ഒക്കെ അവരവിടെ പഠിക്കും. ഈ മോണ്ടിസോറി എൻവയോൺമെന്റും ഇതുപോലെ 5 ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഓരോ ലേണിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർക്ക്. പിന്നെ ബോർഡ് ഗെയിംസും പല രീതിയിലുള്ള ഷേപ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. അവിടെ അവർക്ക്
മാത്സ് ഏരിയ, അതായത് നമ്പേഴ്സ്, അതിന്റെ ഫെമിലറൈസേഷൻ, കൗണ്ടിങ്, ആഡ് ചെയ്യാൻ അവർ പഠിക്കുന്നു, സബ്ട്രാക്ഷൻ പഠിക്കുന്നു, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഒക്കെ പഠിക്കും. കുറച്ചുകൂടെ വലിയ കുട്ടികളിലാണ് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഒക്കെ വരുന്നത്. പിന്നെ ഇത് മോണ്ടിസോറിയില് മെറ്റീരിയൽസ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണോ അത്? അതായത് ഇവരുടെ ഓരോ ക്രിയേറ്റിവിറ്റി വരുമല്ലോ, ക്രിയേറ്റിവിറ്റി ഇമാജിനേഷനും നമ്മളിങ്ങനെ ഓരോ ഏരിയയിലേക്കായിട്ട് തിരിച്ചിട്ട് കൊടുക്കുമ്പം അവർ അതിലൂടെ ലേണിംഗ് പ്രോസസ്സിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. മോണ്ടിസോറിയിലും മോണ്ടിസോറി ഇങ്ങനെ തന്നെയാണ്. അതിൽ 5 ഏരിയ ആയിട്ടാണ് ശരിക്കും ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മളിത് പറയുന്നത് വെച്ചാൽ നമ്മളിപ്പോ കുട്ടികൾക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഓരോ ഏരിയയിലെ ലേണിംഗ് ആയിരിക്കും അവർക്ക് കിട്ടുന്നത്. ഇപ്പോ ബീഡ്സ് വെച്ചിട്ട് നമ്മള് കൗണ്ടിങ് പഠിക്കുന്നു. സോ മാത്സ് ഏരിയയിലുള്ള ഒരു ലേണിംഗ് ആയിരിക്കും അവർക്ക് അവിടെ കിട്ടുന്നത്. പിന്നെ കുട്ടികളോട് കഥ പറഞ്ഞു കൊടുത്തിട്ട് അവരോട് ആ കഥ റിപ്പീറ്റ് ചെയ്യാൻ പറയുമ്പോൾ അവരുടെ ലാംഗ്വേജ് ആണ് അവിടെ ഇമ്പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ ലേണിംഗ് അവിടെ നടക്കുന്നത് ലാംഗ്വേജ് ഏരിയയിലായിരിക്കും. ഓക്കെ, സോ അങ്ങനെ ഓരോന്നും. അപ്പൊ ലാംഗ്വേജ് ഏരിയയിലെ കുട്ടികളോട് കഥ പറയുന്നു. പിന്നെ അവരെ ചില വീഡിയോസ് കാണിച്ചു കൊടുക്കുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വീഡിയോ കാണിച്ചു കൊടുക്കാനുള്ള ഓരോ കഥയെ കുറിച്ചുള്ള വീഡിയോ കാണിച്ചു കൊടുക്കും അല്ലെ, അല്ലെങ്കിൽ പിക്ചർ കാണിച്ചിട്ട് നമുക്ക് കഥ പറഞ്ഞു കൊടുക്കാം. അപ്പൊ എന്നിട്ട് അവരോട് അത് റിപ്പീറ്റ് ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ ഒരു പുതിയ പിക്ചർ കാണിച്ചിട്ട് അവരോട് അത് സ്റ്റോറി ആക്കാനായിട്ട് പറയാം. ഇതെല്ലാം അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് കാണിക്കും. അപ്പൊ അവരുടെ ലേണിംഗ് നടക്കുന്നത് ലാംഗ്വേജ് ഏരിയയിലാണ്. പിന്നെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഏരിയ, അത് ചെയ്യിക്കാം. ഫിംഗർ പെയിന്റിങ് അല്ലെ, അവരുടെ കൊച്ചു വിരലിൽ നമ്മൾ പെയിന്റ് കൊടുത്തിട്ട് അത് വെച്ചിട്ട് അവരോട് പൂക്കൾ ഉണ്ടാക്കാൻ പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആളുകളെ ഷേപ്പ് ഉണ്ടാക്കാനായിട്ട് പറയാം. പിന്നെ വെജിറ്റബിൾ പ്രിന്റിങ്, അത് വെച്ചിട്ട് ഇത് പൊട്ടറ്റോ ഒക്കെ നമ്മൾ പല ഷേപ്പിൽ കട്ട് ചെയ്ത്, അല്ലെങ്കിൽ ലേഡീസ് ഫിംഗർ ഒക്കെ കട്ട് ചെയ്ത് അവരെ കൊണ്ട് വെജിറ്റബിൾ പ്രിന്റിങ് ചെയ്യിക്കാം. അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യിക്കാം. കൊളാഷ് ചെയ്യിക്കാം. ഇതെല്ലാം ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഏരിയയിൽ വരും. അപ്പോൾ ആ ലേണിംഗ് അവിടെ വരും. പിന്നെ ഇത് സ്റ്റോറീസ് വിത്ത് ഇൻസ്ട്രുമെന്റ്സ് ലൈക്ക് പിറ്റെ ആൻഡ് ദ വൂൾഫ് എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ് കേട്ടോ. ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു സ്റ്റോറി പറഞ്ഞിരിക്കുന്നതാണ്. ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് കഥ പറഞ്ഞു കൊടുക്കാം. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മ്യൂസിക്കൽ നോട്ടോട് കൂടിയിട്ട് നമ്മൾ കഥ പറയുമ്പോൾ മ്യൂസിക് ഏരിയയില് അപ്പൊ ആ ഒരു ടേസ്റ്റ് ഒക്കെ ഉള്ള കുട്ടികളെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ഡ്രംസ് യൂസ് ചെയ്യാം. പിന്നെ ബോട്ടിൽസിലെ വാട്ടർ ഇങ്ങനെ നിറച്ചിട്ട് പല മ്യൂസിക് ടോൺ ഉണ്ടാക്കില്ലേ, അതെല്ലാം അവർക്ക് ഫെമിലറൈസ് ചെയ്യാം. സൈലോഫോൺ ഉണ്ട് ഈ മോണ്ടിസോറി ഏരിയയില്. പിന്നെ വലിയ ജാസ് ഡ്രം ഒക്കെ ഉണ്ട് മ്യൂസിക്കൽ ഏരിയയിൽ, അതൊക്കെ ചെയ്യിക്കാം. ഫിസിക്കൽ ആക്ടിവിറ്റീസ്, മങ്കി ബാർ ഒക്കെ ചിലപ്പം ചില മോണ്ടിസോറി സ്കൂളുകളിലൊക്കെ കാണാം. കുട്ടികളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് അത് അവരെപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കും. മങ്കി ബാർ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? മങ്കി ബാർ മനസ്സിലായോ? ഇല്ല മിസ്. അയൺ ബാസ് ഇങ്ങനെ വെർട്ടിക്കലും ഹൊറിസോണ്ടലും ഒക്കെ ആയിട്ട് പാർക്കുകളിലൊക്കെ കണ്ടിട്ടില്ലേ? കുട്ടികൾ വളരെ ഈസി ആയിട്ട് അതിന് ഓരോന്നിലും കൂടെ ഇങ്ങനെ, അതായത് ഇങ്ങനെ സ്റ്റെയർ പോലത്തെ ഷേപ്പിലൊക്കെ ഉണ്ടാവും. അതിലൂടെ ചാടി അത് മങ്കി ബാർ, അതായത് ഒരു കുരങ്ങൻ ഇങ്ങനെ മരത്തിൽ ചാടി ചാടി നടക്കണ പോലെ ഈ സാധനത്തിൽ ഇവരിങ്ങനെ നടക്കും. നമുക്ക് വീഴുന്നൊക്കെ തോന്നും, പക്ഷെ വീഴൊന്നുമില്ല. അവർ വളരെ ഈസി ആയിട്ട് ഒന്നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ഓടി ഓടി നടക്കും. അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ ആക്ടിവിറ്റി അതിന് നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക്. അപ്പൊ അങ്ങനെ ഒരു ഏരിയ ഉണ്ടാവും ഫിസിക്കൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട്. പിന്നെ ഇമാജിനേറ്റീവ് പ്ലേ, റോൾ പ്ലേ പോലെ. ഈ റോൾ പ്ലേ ആണെങ്കിലും റിയൽ ആയിട്ടുള്ളത്, അതായത് അച്ഛൻ അമ്മ, മമ്മി ആൻഡ് പപ്പ, ഡോക്ടർ ആൻഡ് നഴ്സ്, ഇതൊക്കെ കുട്ടികൾ കാണുന്നതാണല്ലോ. റിയാലിറ്റിയുമായിട്ട് അവർക്ക് കണക്ട് ചെയ്യാവുന്ന ടീച്ചറും കുട്ടികളും അങ്ങനെയുള്ള കളികൾ. അപ്പൊ ഇതൊന്നും ഫാന്റസി അല്ല. ഫാന്റസി അല്ലാത്ത രീതിയിലുള്ള അങ്ങനെയുള്ള റോൾ പ്ലേകളൊക്കെ കൊടുക്കുക. പക്ഷെ നമുക്ക് ഇപ്പൊ നഴ്സറിയിലൊക്കെ പോകുമ്പം റിയൽ ആയിട്ടുള്ളത് എന്നും ഇത് തന്നെ കൊടുക്കാൻ പറ്റില്ലല്ലോ. കുട്ടികൾക്ക് അവരിങ്ങനെ അവരെപ്പോഴും ഫെമിലറൈസ് ആയിട്ടുള്ള ചില കഥകൾ, ഇപ്പം അമ്മയും മുയലും കോമൺ ഏത് സമയത്ത് പറഞ്ഞാലും ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാൻ. നമ്മളുടെ വോയിസ് മോഡുലേഷൻ അനുസരിച്ച് അവരുടെ ഇൻട്രസ്റ്റ് കൂടും. അതുണ്ട്. പിന്നെ ക്രോക്കഡൈലും മങ്കിയും അങ്ങനെ ചില കോമൺ സ്റ്റോറീസ് ഉണ്ടല്ലോ ഫേമസ് ആയിട്ടുള്ളത്. അത് നമ്മൾ റൈംസ് സെലക്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആക്ഷൻ കാണിക്കാൻ പറ്റുന്ന റൈംസ് എല്ലാ ബാച്ചിനോടും പറഞ്ഞിരിക്കുന്ന ഒരു ആക്ഷൻ സോങ് ആണ് ഇഫ് യു ഹാപ്പി ആൻഡ് നോ ക്ലാപ്പ് യുവർ ഹാൻഡ്സ്. ആ ഒരു ആക്ഷൻ സോങ് നിങ്ങൾ പ്രിപ്പയർ ആയിട്ട് പോവുക സ്കൂളില്. ഭയങ്കര ഇഷ്ടമാവും കുട്ടികൾക്ക്. കൂടുതൽ ആക്ഷൻസ് അതിനകത്ത് ചേർക്കുക. അതറിയാമോ ആർക്കെങ്കിലും? ആക്ഷൻ സോങ് അറിയോ? ഏതാ മിസ്സേ? If you happy and to know, clap your hands.
അറിയാം മിസ്സേ. കേട്ടിട്ടുണ്ട് മിസ്സേ, അറിയില്ല. അറിയില്ല, ഒന്ന് ചൊല്ലു അറിയാവുന്ന ആരെങ്കിലും. ഏതാ മിസ്സേ? If you're happy and you know, clap your hands. If you happy and you know it, clap your hands. Yeah. If you happy and you know it, clap your hands. If you happy, അയ്യോ പെട്ടെന്ന് മറന്നു. നമുക്ക് ആഡ് ചെയ്യാം ആക്ഷൻസ്. If you're happy and you know, snap your fingers. Snap your fingers. പിന്നെ jump up high. Say hooray. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ അതൊന്ന് പ്രിപ്പയർ ആയിട്ട് വന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ആക്ടിവിറ്റി ഗ്രൂപ്പിൽ അത് പ്രസന്റ് ചെയ്യാം. കുറേ ചേർക്കാം. ഹാപ്പി ആൻഡ് നോ, ഹോങ്ക് യുവർ നോസ്, ഹോങ് ഹോങ്. ഹാപ്പി ആൻഡ് നോ, ടച്ച് യുവർ ഇവിടെ ഞാനും പിള്ളേരും കളിക്കാറുണ്ട്. ഇപ്പൊ കളിക്കാറില്ല. ആദ്യം മോനും ഞാനായിട്ട് കളിക്കാറുള്ളതൊക്കെയാ. അവരെ ഭക്ഷണം കഴിപ്പിക്കാൻ ഭയങ്കര പണിയാണേ. അപ്പൊ ഇങ്ങനത്തെ പാട്ടൊക്കെ TV വെച്ചിരുന്ന് കഴിഞ്ഞാൽ അവര് അതിലാണ് ശ്രദ്ധിക്കുക, അവരെ മൊമെന്റ്സ്. അപ്പൊ നമ്മള് ചെയ്യുമ്പോ ഇപ്പോ മാം നേരത്തെ ഒരു കാര്യം പറഞ്ഞപ്പോ എനിക്ക് അപ്പൊ ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ ഞാനൊരു സ്റ്റോറി പറഞ്ഞില്ലേ മാം, തോട്ട്. ആ തോട്ട് ഞാനും മോനും കൂടി ചെയ്യാന്നാ വിചാരിച്ചത്. ഞാൻ പെട്ടെന്നാ പ്ലാൻ ചെയ്തത്. മോന് ഇന്ന് ഫ്രീ ആണ്. ഞാൻ അവനോട് ചോദിച്ചപ്പോ അവൻ റെഡിയാണ് ചെയ്യാൻ. അപ്പൊ അവനും ഞാനും കൂടി ചെയ്യാൻ പ്ലാൻ ചെയ്ത. പിന്നെ അവന് പെട്ടെന്ന് ഭയങ്കര ചുമ ഇളകി. അവന് എറ്റ്നോയിഡിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടേ. അപ്പൊ ചുമ ഇളകി. അപ്പൊ ഇന്ന് അവന് കോൺസെർട്ടും ഉണ്ട്. അപ്പൊ നമ്മളായിട്ട് സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി കോൺസെർട്ട് കൊള്ളാവണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഞാൻ അവനോട് റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞു. പക്ഷെ ആ ഒരു സ്റ്റോറി ഞാൻ അവനോട് അവതരിപ്പിച്ചപ്പോ അവന് അതെയോ അത് ശരിയല്ലേ, അവൻ അപ്പൊ ഒരു മിസ്റ്റേക്ക് ചെയ്തത് അവന് മനസ്സിലായത്. അതായത് അവനും ഇതുപോലെ അവന്റെ ചേച്ചിക്ക് ചോക്ലേറ്റ് കൊടുക്കാൻ പറയുമ്പോ അവൻ ഷെയർ ചെയ്യും. പക്ഷെ വലിയ പീസ് മാറ്റി വെച്ചിട്ടാ ബാക്കിയുള്ളതാ കാണിക്കുന്നേ. അപ്പൊ അവൻ അത് ശരി, അവർക്കല്ലേ എനിക്ക് സ്വപ്നത്തില് ബാറ്റിംഗ് വരുന്നത്. അവരുടെ വാല്യൂസ് ഫോം ചെയ്യുന്ന കണ്ടോ. നമ്മള് ഇത്ര നാളും അത് മനസ്സിലാക്കില്ല. നമുക്കത് പറഞ്ഞു കൊടുക്കാനും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായില്ലല്ലോ. ഇന്ന് അവനെയും കൂടി അതിലൊന്ന് ഇൻവോൾവ് ചെയ്ത് ആ സ്റ്റോറി പറഞ്ഞപ്പോഴാണ് അവനത് മനസ്സിലായത്. അപ്പൊ അവൻ ആ വാല്യൂ ഫോം ചെയ്യുന്ന ത്രൂ എ സ്റ്റോറി അല്ലേ, അത് കണക്ട് ചെയ്തു. അവൻ പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്തു. കുട്ടികളത് അവന് ഭയങ്കര അതുപോലെ എനിക്ക് ഭയങ്കര താല്പര്യമായി അവനെ കൊണ്ട് തന്നെ അത് ചെയ്യിക്കണമെന്ന്. പക്ഷെ അവന് നല്ല ചുമയായി. അപ്പൊ പിന്നെ പറയാൻ പറ്റില്ല കൊച്ചിന്. വീസിങ് പോലെ ഉണ്ട് ചെറുതായിട്ടേ. നമ്മള് ഇങ്ങനെ ആക്ഷൻ സോങ് ചെയ്യാൻ നല്ല ഷൈ ആയിട്ട് പലർക്കും ഉണ്ടാവും. അത് നാച്ചുറൽ ആണ്, അതിനെ ഒന്നും പറയുന്നില്ല. പക്ഷെ ഈ ഒരു ആക്ഷൻ സോങ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര കോൺഫിഡന്റ് ആവും. എല്ലാ ദിവസവും ചെയ്യിച്ചാലും കുട്ടികൾക്ക് ഇഷ്ടമാവും. അതിലെ ആക്ഷൻസ് നമ്മൾ കൂടുതൽ കൂടുതൽ ചേർക്കുക. ടച്ച് യുവർ ഹെഡ്, ടച്ച് യുവർ ഇയർ, അങ്ങനെ എന്ത് ആക്ഷൻസ് നമുക്ക് ചേർക്കാം. ഇൻട്രസ്റ്റിംഗ് ആവുന്ന രീതിയിൽ ആക്ഷൻ, എന്ത് ആക്ഷൻ വേണമെങ്കിലും ചേർക്കാം. ഓക്കെ ഓക്കെ സോ അതാണ്. അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഓരോ ഏരിയയിലുള്ള ലേണിംഗ് ആണ് ഇവരിൽ ഉണ്ടാകുന്നത്. അതല്ല ഇപ്പോഴുള്ള ടോയ്സ് എല്ലാം ഏജിനനുസരിച്ച് 1+, 2+, അങ്ങനെ പറഞ്ഞ ഓരോ ഏജിനനുസരിച്ച് ടോയ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഓരോ ഏജിലും അവർ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് ഓരോ ഏരിയയിലുള്ള ലേണിംഗ് ആണ് വരുന്നത്. പണ്ടത്തെ ആൾക്കാരൊന്നും സയന്റിഫിക് ആയിട്ടൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ അവർക്കറിയാം ഓരോ പ്രായത്തിലും കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, എന്ത് പ്രൊവൈഡ് ചെയ്യണം, അങ്ങനെയൊക്കെ അവർ കുറെയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. നമുക്ക് മോണ്ടിസോറി എൻവയോൺമെന്റിലും ഇതുപോലെ തന്നെ 5 ഏരിയയാണുള്ളത്. 5 ഏരിയ: പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ, സെൻസോറിയൽ ഏരിയ, പിന്നെ മാത്തമാറ്റിക്കൽ ഏരിയ, ലാംഗ്വേജ് ഏരിയ, സയൻസ് ഏരിയ. ആ രീതിയിൽ കറക്റ്റ് 5 ഏരിയ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ നത്തിങ് ബട്ട് നമ്മളുടെ വീട്ടിലെ കിച്ചൺ എങ്ങനെയാണോ അത് തന്നെയാണ് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ. കിച്ചണിൽ നമ്മൾ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ ചെയ്യുന്നില്ല. അപ്പൊ ഓരോ ഏജിനനുസരിച്ച് കുട്ടികൾക്ക് എന്തെല്ലാം നമുക്ക് കിച്ചണിൽ ചെയ്യിക്കാം എന്നുള്ളത് വരെയുണ്ട് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയില്. പിന്നെ അതായത് ടേബിള് ക്ലീൻ ചെയ്യുക, പിന്നെ ഇത് ജഗ്ഗിലേക്ക് വാട്ടർ ഫില്ല് ചെയ്യുക, പിന്നെ പൾസസ് കണ്ടെയ്നറിലാക്കി വെക്കുക, അങ്ങനെയുള്ള പലതും ഈ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ വരുന്നുണ്ട്. പിന്നെ അതുപോലെ നെക്സ്റ്റ് സെൻസോറിയൽ ഏരിയ. നമ്മുടെ 5 സെൻസസ് ഉണ്ടല്ലോ, ഈ 5 സെൻസസിനെ യൂസ് ചെയ്ത് കുട്ടിയില് ലേണിംഗ് പ്രോസസ് കുട്ടിയിലെ കൂടെ കൊണ്ടുപോവുക, അതാണ് സെൻസോറിയൽ ഏരിയ. പിന്നെ ലാംഗ്വേജ് ഏരിയ. ലാംഗ്വേജ് ഏരിയയിൽ കുട്ടി റീഡിങ്, റൈറ്റിംഗ് പഠിക്കുന്നത്,
റൈറ്റിങ്ങിന് മുമ്പ് ചെയ്യിക്കേണ്ട ആക്ടിവിറ്റീസ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ലാംഗ്വേജ് ഏരിയയിൽ. പിന്നെ ഈ ലാംഗ്വേജ് ഏരിയ തന്നെ പലപ്പോഴും നമ്മൾ ബാക്കി ഏത് ഏരിയ എടുത്തു കഴിഞ്ഞാലും അതിൽ നമുക്ക് ബോണസ് ആയിട്ട് ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് ലാംഗ്വേജ്. നമ്മളൊരു ആക്ടിവിറ്റി കുട്ടിയെ ചെയ്യിക്കുമ്പോൾ നമ്മൾ പല പല കാര്യങ്ങള് സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറയും, പല രീതിയിലും കുഞ്ഞുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അല്ലെ. അപ്പൊ അവരിൽ പതുക്കെ സംസാരിക്കുന്നതിന്റെ ആ ഒരു സ്ട്രക്ചർ നല്ല രീതിയിൽ വരും. അപ്പൊ ഏത് ആക്ടിവിറ്റി ചെയ്യുമ്പോഴും ബോണസ് ആയിട്ട് കിട്ടുന്നതാണ് ലാംഗ്വേജ്. അല്ലാണ്ട് ലാംഗ്വേജിന് മാത്രമായിട്ട് ഉള്ളത് മാത്രം ചെയ്താലല്ല ലാംഗ്വേജ് കിട്ടുന്നത്. എന്ത് ചെയ്യിക്കുമ്പോഴും നമുക്ക് ബൈ പ്രോഡക്റ്റ് ആയിട്ട് ലാംഗ്വേജ് വരും. ഓക്കെ, ദെൻ മാത്തമാറ്റിക്കൽ ഏരിയ, അതിൽ നമ്മൾ നമ്പേഴ്സിന്റെ ഐഡന്റിഫിക്കേഷൻ, കൗണ്ടിങ്, അങ്ങനത്തെ കാര്യങ്ങളും, പിന്നെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ആ രീതിയിൽ മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തു. സയൻസ് ഏരിയ വരുമ്പോൾ അവിടെ ഫെമിനറൈസേഷൻ മാത്രമേ ഉള്ളൂ. ഇപ്പൊ പറഞ്ഞതുപോലെ സാൻഡ് പിറ്റും വാട്ടർ പ്ലേ അങ്ങനത്തെ ഏരിയകളും, ചെടി നടാനും ഗാർഡനും, ചില മോണ്ടിസോറി സ്കൂളുകളിൽ പെറ്റ്സ് ഉണ്ടാവും, ചിലയിടത്ത് പെറ്റ്സ് ഉണ്ടാവില്ല, അതിന് പകരം പിക്ചേഴ്സ് ആയിരിക്കും അവർ വെച്ചിട്ടുണ്ടാവും. പിന്നെ ഗ്ലോബ്സ്, അറ്റ്ലസ്, മാപ്പ്, അങ്ങനെയുള്ളതെല്ലാം. പിന്നെ അതുപോലെ സോളാർ സിസ്റ്റത്തിന്റെ മോഡൽസ് അല്ലെങ്കിൽ അതിന്റെ പിക്ചർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. ഓക്കെ, ഇത് 5 ഏരിയയെ കുറിച്ച് നമ്മൾ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞ യൂണിറ്റ് 7 ഉണ്ട്, അതിൽ നമ്മൾ പഠിക്കും. പക്ഷെ എന്നാലും ഈ യൂണിറ്റിൽ അതൊന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ലേണിംഗ് ഏരിയ പറഞ്ഞല്ലോ, ഇതിൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഏരിയാസ് പറഞ്ഞത്. നമ്മുടെ മോഡ്യൂൾ 3 പ്രാക്ടിക്കൽ മുഴുവനും ഈ 5 ഏരിയയെ കുറിച്ചാണ്. അതിൽ വരുന്ന മെറ്റീരിയൽസിന്റെ ഫെമിനറൈസേഷനും ആ മെറ്റീരിയൽസ് കൊണ്ട് നമ്മൾ ചെയ്ത് നോക്കും. ഒരു കുഞ്ഞിന് അത് കൈ കിട്ടിയ കുഞ്ഞ് എങ്ങനെ ചെയ്യും, അതുപോലെ നമ്മൾ ചെയ്ത് നോക്കണം. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാം. യെസ്, ഡെവലപ്മെന്റ് ഓഫ് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ് അല്ലേ. കുട്ടി സോഷ്യലൈസ് ചെയ്യാൻ തുടങ്ങുന്നു, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ റെസ്പോൺസിബിലിറ്റി. ഇപ്പൊ ദിവ്യ പറഞ്ഞ പോലെ മോന് ആ ഒരു ഫീല് വന്നില്ല, ഒരു വാല്യൂ അവന്റെ ഉള്ളിൽ കയറി, യെസ് ഇങ്ങനെയായിരുന്നു. സോ അവനത് മനസ്സിലാക്കി, ആ ഒരു വാല്യൂ വരുന്നു. സോ ഇതെല്ലാമാണ് നെക്സ്റ്റ് പറയുന്നത് ഡെവലപ്മെന്റ് ഓഫ് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ്. കുഞ്ഞിലെ ആയിരുന്നപ്പോ ആരെന്ത് പറഞ്ഞാലും അവർ വിശ്വസിക്കും. അമ്പിളിമാമനെ നമുക്ക് പോയി പിടിച്ചുകൊണ്ട് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ശരിക്കും ഡെഫിനറ്റ്ലി അവർ വിശ്വസിക്കും. പക്ഷെ കുറച്ച് ഏജ് ആവുമ്പോഴേക്കും, 3 years ഒക്കെ കഴിയുമ്പോഴേക്കും, 3 years എന്നല്ല, അതിന് കുറച്ച് മുമ്പ് തന്നെ അവർക്ക് മനസ്സിലാകും എന്താണ് റിയൽ, അത് നടക്കില്ലാത്ത കാര്യമാണ്, അത് നടക്കില്ല, അത് വെറുതെ പറയണമെന്നൊക്കെ അവർക്ക് മനസ്സിലാകും. സോ നെക്സ്റ്റ് ഡെവലപ്മെന്റ് ഓഫ് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ്. നമുക്ക് 2-3 സെഷൻസ് ഉണ്ട്, ലൈക്ക് സോഷ്യലൈസ് ചെയ്യുന്നത്, റെസ്പോൺസിബിലിറ്റി വരുന്നത്, പിന്നെ ഈ ഒരു കാര്യങ്ങളിൽ അഡൽട്ടിന്റെ റോൾ എന്താണ്, അങ്ങനെയുള്ളതൊക്കെ വരും. അഡൽട്ടിന്റെ റോള്, പിന്നെ മോറൽ വാല്യൂസ്. കുട്ടിയുടെ കാര്യം പറഞ്ഞപ്പോ തന്നെ നമുക്ക് മനസ്സിലായി, ആ ഒരു ട്രിഗർ വന്നപ്പോഴേക്കും കുഞ്ഞിന്റെ ഉള്ളിൽ പെട്ടെന്ന് ആ ഒരു വാല്യൂ കയറി വരുവാണ്. ഓക്കെ, ഈ മറിയ മോണ്ടിസോറി പറയുന്നത് ബർത്ത് ടൈമിൽ തന്നെ ആ ഒരു സറൗണ്ടിങ്സിലുള്ള പല ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ഇതുമായിട്ട് സെൻസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. കാരണം ഈ 5 സെൻസും ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. ഈ കുഞ്ഞു ബേബീസിനെ അമ്മ പോയി എന്നൊക്കെ പറയുമ്പോഴേക്കും അവര് ഭയങ്കര വിതുമ്പി വരുന്ന കണ്ടിട്ടില്ലേ. സോ ആ ഇമോഷൻ അവർക്ക് ആ സങ്കടം അവര് വരുക, അല്ലെങ്കിൽ അമ്മ കുഞ്ഞിനെ ഇങ്ങനെ കളിപ്പിക്കുന്നതായിട്ട് കരയുന്ന പോലെ അഭിനയിച്ച് കാണിക്കുമ്പോ തന്നെയും അവരങ്ങ് ഭയങ്കര ഇമോഷണൽ ആവും കുട്ടികള് അല്ലെ. അവരുടെ ആ ഒരു റെസ്പോൺസ് പെട്ടെന്നായിരിക്കും. അങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? ഉണ്ട് മിസ്. അതാണ് അവരുടെ ഇമോഷണൽ. അതെന്ന് പറഞ്ഞാൽ ആ ബേർത്തായി ഇവര് അമ്മയെ തിരിച്ചറിയുന്നു, ചുറ്റുമുള്ള ആൾക്കാരെ മനസ്സിലാക്കുന്നു. ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴേക്കും ഇതെല്ലാം ആ ഇമോഷണൽ ഇത് അവരില് വ്യത്യാസം കാണാം. ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ് ത്രൂ റിസീവിങ് സ്റ്റിമുലി ഫ്രം പീപ്പിൾ when he communicates with them. ചുറ്റുമുള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴേക്കും ഈ ഒരു സ്റ്റിമുലി, ഈ ഒരു ട്രിഗർ കുട്ടിക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇപ്പം ഈവനിങ് പ്രെയർ ചെയ്യുന്ന ഒരു വീടാണെങ്കിൽ ആ ഒരു ടൈം ആകുമ്പോൾ കുട്ടിയും പോയി അവിടെ ആ ഒരു കുഞ്ഞിലെ കുട്ടിയും പോയി അതിന്റെ കൂടെ ഇങ്ങനെ ഇരിക്കും, മിണ്ടാതിരിക്കും. അങ്ങനെയൊക്കെ നമ്മളുടെ ഓരോ റിലീജിയസ് ബിലീഫ് അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന പല സ്പിരിച്വൽ ആ ഒരു ഇതുമായിട്ട് അതും കണക്ട് ആവുന്നു. ശരിക്കും ഇങ്ങനെയുള്ള ട്രഡീഷൻസ് ആണ് പലപ്പോഴും ഇവരുടെ വാല്യൂസ് ഉണ്ടാക്കുന്നത്. സോഷ്യലൈസ് ചെയ്യുന്നത് അല്ലെ. നമ്മൾക്കറിയാം 3 വയസ്സ് വരെ കുട്ടി ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് വീട്ടിലാണ്, വീട് എന്നുള്ള എൻവയോൺമെന്റിലാണ്.
ഇൻ ബിറ്റ്വീൻ അതിടയ്ക്ക് കമ്മ്യൂണിറ്റിയിലേക്ക് ഇറങ്ങുന്നുണ്ട്, സൊസൈറ്റി മീൻസ് ഫംഗ്ഷൻസിന് പലതും പോകുന്നതും അങ്ങനെ ഇങ്ങനെ. 2.5 വയസ്സാകുമ്പോഴേക്കും നമ്മൾ അംഗൻവാടി പോലുള്ള ഇടങ്ങളിലോ പ്രീ കേജികളിലോ കൊണ്ടുനോക്കും. അപ്പൊ ക്ലാസ്മേറ്റ്സ് അവരുടെ പിയർ ഗ്രൂപ്പുമായിട്ട് ഒരു ഇന്ററാക്ഷൻ വരുന്നുണ്ട്. ഇപ്പൊ മോണ്ടിസോറി എൻവയോൺമെന്റിലാണെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെ ആകുമ്പോൾ പലപ്പോഴും മോണ്ടിസോറി എൻവയോൺമെന്റിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഡീവിയേറ്റഡ് ആയിട്ടാണ് കുട്ടി ചെല്ലുന്നത്. ഡിസ്ട്രക്റ്റീവ് നേച്ചർ, അജിറ്റേറ്റീവ് ബിഹേവിയർ, വയലന്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു കുഞ്ഞാണെന്ന് വിചാരിക്കും. അപ്പോ ഫെസിലിറ്റേറ്റർക്ക് അപ്പൊ ജോലി കൂടുതലാണ്. അവരെന്ത് ചെയ്യും, ഈ കുഞ്ഞിന് ഒരു എക്സ്ട്രാ ആക്ടിവിറ്റി കൊടുക്കും, കുഞ്ഞിന്റെ പാരന്റ്സുമായിട്ട് കണക്ട് ചെയ്യും, വീട്ടിൽ ചെന്നിട്ട് ചെയ്യിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കും. അങ്ങനെ ടൈം എടുത്ത് ഈ കുട്ടി പതുക്കെ നോർമലൈസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പുമായിട്ട് മേർജ് ആവുക ചെയ്യുന്നത്. അപ്പൊ അവന്റെ ഒരു ഇമോഷണൽ മെച്യൂരിറ്റി ഫോം ചെയ്യും. ഇതെന്റെ ഫ്രണ്ട്സ് ആണ്, ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്യണം, ഇവരെ ഹെൽപ്പ് ചെയ്യണം, അങ്ങനെ ഒരു മ്യൂച്വൽ ലവ്, മ്യൂച്വൽ ഹെൽപ്പ് അതെല്ലാം അവരുടെ ഫോം ചെയ്യും. പെട്ടെന്ന് കുട്ടികൾക്ക് ഇത് എങ്ങനെ വരുന്നുള്ളതല്ല, പെട്ടെന്നല്ല വരുന്നത്, ഇതൊരു ടൈം എടുത്തുള്ള പ്രോസസ്സാണ്. ചില കുട്ടികൾ പെട്ടെന്ന് നോർമലൈസ് എന്നുള്ള ആ ഒരു ഗ്രൂപ്പിലേക്ക് വരും, ചില കുട്ടികളിൽ മാറ്റം വരും, കൈ കിട്ടുന്ന എന്തും വലിച്ചെറിയുന്നു, മറ്റു കുട്ടികളെ ഉപദ്രവിക്കുന്നു, അങ്ങനെയുള്ള വയലന്റ് നേച്ചർ അങ്ങനെയൊക്കെയുള്ളവരെ ഓരോരോ ആക്ടിവിറ്റീസിലൂടെ മാറ്റി അവരെ നോർമലൈസ്ഡ് ആക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. പിന്നെ അങ്ങനെ മ്യൂച്വൽ റെസ്പോൺസിബിലിറ്റി അവരിൽ വരും. പിന്നെ അഡൾട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഡെവലപ്മെന്റിനെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലൊന്നും ചെയ്യല്ല വേണ്ടത്, അവരെ ശരിയായ രീതിയിൽ കണക്ട് ചെയ്ത് വിടുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് വായിച്ചിട്ട് പറയാം. സൈൻ ഔട്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട് മിസ്. പ്ലീസ്. ഉണ്ട് മിസ്. ടീച്ചർ, ഞാനിന്ന് നമ്മുടെ ചിന്തകളെ കുറിച്ച് പറഞ്ഞിട്ടാണ് വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതായത് മനുഷ്യന് 2 തരത്തിലുള്ള ചിന്തകളുള്ളവരുണ്ട്. ഒന്ന് വിപ്ലവം സൃഷ്ടിക്കുന്ന ചിന്തകളുള്ളവരുണ്ട്, ശാസ്ത്രജ്ഞര്, ചിന്തകർ, അതുപോലെ തന്നെ എഴുത്തുകാർ. അവരൊക്കെ ചിന്തകൾ കൊണ്ട് വിപ്ലവം സൃഷ്ടിക്കുന്നവരാണ്. എന്നാൽ ചിലര് സ്വന്തം ചിന്തകൾ കൊണ്ട് സന്തോഷവും സമാധാനവും ഇല്ലാതാക്കി സ്വയം നരകം സൃഷ്ടിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ചിന്തകളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വിജയത്തിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നത്തെക്കുറിച്ച് ഞാൻ ചുരുക്കം ഒരു കഥ പോലെ ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിന് മുൻപായിട്ട് നിരന്തരമുള്ള നമ്മുടെ ചിന്തകൾ നമ്മുടെ ശീലങ്ങളായിട്ട് മാറുകയാണ്, അല്ലെ? ശീലങ്ങൾ നമുക്ക് പിന്നീട് സ്വഭാവങ്ങളായിട്ട് മാറും, സ്വഭാവം പ്രവൃത്തികളായിട്ട് മാറും, പ്രവൃത്തികൾ നമ്മളെ സൃഷ്ടിക്കും എന്നാണ് അഷ്ടവക്ര മഹർഷി പറയുന്നത്. അപ്പോൾ നമ്മുടെ ചിന്തകൾ, ഒരു ദിവസം നമ്മുടെ ചിന്തകൾ എന്ന് പറയുന്നത് 30,000 മുതൽ 70,000 വരെ ചിന്തകളുണ്ട്. അപ്പൊ ഈ ചിന്തകൾക്കകത്ത് കൂടുതൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സ്ട്രെസ്, ഹൈപ്പർ ടെൻഷൻ, അതുപോലെ തന്നെ ആൻസൈറ്റി, മെന്റൽ ഡിസോർഡർ, ഡിപ്രഷൻ എന്നീ സ്ഥിതികളിലൂടെയൊക്കെ നമ്മൾ പോകും. അത് നമ്മുടെ ചിന്തകളിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരുമ്പോൾ സംഭവിക്കുന്നതാണ്. അപ്പൊ ഇനി ഞാനൊരു കഥ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഒരു ബുദ്ധ സന്യാസി ഉണ്ട്. അപ്പോൾ ബുദ്ധ സന്യാസിയുടെ ശിഷ്യൻ പറയാണ്, ഗുരു, മനസ്സിന് മതിക്കുന്ന ചിന്തകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗുരു ആദ്യം ഒന്നും മിണ്ടിയില്ല, കുറച്ചു നേരം മൗനമായിട്ടിരുന്നു. എന്നിട്ട് ശിഷ്യനോട് പറഞ്ഞു, ശിഷ്യ, ഒരു ഗ്ലാസ്സിൽ തെളിഞ്ഞ വെള്ളം എടുത്തുകൊണ്ട് വരൂ. അപ്പൊ ശിഷ്യൻ പോയി ഒരു ഗ്ലാസ്സിൽ തെളിഞ്ഞ വെള്ളം എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഗുരു തൻ്റെ അടുത്തിരിക്കുന്ന കറുത്ത മഷിയിൽ നിന്ന് ഒരു തുള്ളി എടുത്ത് ആ ഗ്ലാസ്സിനകത്ത് ഒന്ന് ഇറ്റിച്ചു. അപ്പോഴത്തേക്കും ആ ഗ്ലാസ്സിൽ ഈ കറുത്ത മഷി ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ ഗുരു ശിഷ്യനോട് പറയാണ്, മകനെ, മനുഷ്യന്റെ നിഷേധാത്മകമായ ചിന്തകൾ മനസ്സിന്റെ തെളിമ നശിപ്പിക്കും എന്ന്. അതോടൊപ്പം തന്നെ ഗുരു പറയാണ്, നീ ആകാശത്തിലേക്ക് നോക്കൂ ശിഷ്യ എന്ന് പറയണം. അപ്പം ഗുരു പറഞ്ഞതുകൊണ്ട് ആകാശത്തിലേക്ക് ശിഷ്യൻ നോക്കുകയാണ്. അപ്പൊ ആകാശത്തിലേക്ക് ശിഷ്യൻ നോക്കുമ്പോൾ ഗുരു ചോദിക്കും, നിനക്ക്, സോറി മിസ്സേ, ഇവിടെ റെയിൽവേ ട്രാക്കിന്റെ ഫ്രണ്ടിലാണ്, അതുകൊണ്ട് വണ്ടി പോകുന്നതാണ്, കുഴപ്പമില്ല, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? അപ്പോ ശിഷ്യൻ പറയും, ഗുരു, എനിക്ക് തെളിഞ്ഞ നീല ആകാശം കാണുന്നുണ്ട്, അവിടെ എവിടെയായിട്ട് കുറച്ച് പഞ്ഞിക്കെട്ട് പോലെ കുറേയേറെ മേഘങ്ങൾ ഇങ്ങനെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, നല്ല തെളിഞ്ഞ നീലാകാശമാണ് ഗുരു എന്ന് പറയും. അപ്പോ ഗുരു തുടരുകയാണ്, മേഘങ്ങള് ഒരിക്കലും ആകാശ നീലിമയില് കലരുന്നതേയില്ല, അല്ലെ ശിഷ്യ? അപ്പൊ ശിഷ്യൻ തലയാട്ടും, ഉവ്വ്, ശരിയാണ് ഗുരു. അപ്പോ അവ ഒഴുകി നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു, ആകാശം നീലയായിട്ട് തന്നെ അവശേഷിക്കുകയും ചെയ്യുന്നുണ്ട്, അല്ലെ? അപ്പൊ അതുപോലെയാണ് നിന്റെ ചിന്തകൾ നിന്റെ മനസ്സിൽ കലരാതെ നീ
കാത്തു സൂക്ഷിക്കുക, അല്ലെങ്കിൽ കലരാൻ അനുവദിക്കാതിരിക്കുക. അങ്ങനെ ആവുമ്പോൾ അവ കടന്നു പോയിക്കൊണ്ടേയിരിക്കും. നിറയെ മേഘങ്ങൾ വരും. അവയെല്ലാം നിരന്തരം നമ്മളിൽ അലിയാതെ തന്നെ കലർന്നു പോവാതെ അത് മാഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുമെന്ന് ഗുരു ശിഷ്യനോട് പറയുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചിന്ത നിങ്ങൾക്ക് പങ്കുവെക്കുകയാണ് ഞാൻ. അതായത് നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ചിന്ത ഇപ്പൊ തന്നെ നമ്മൾ ആലോചിക്കുകയാണ്, നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ കൂടുതലുള്ളത് എന്നുള്ളത്. ആക്ച്വലി ഇതൊരു തോട്ടാണെങ്കിലും ഞാനൊരു കഥ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ പിന്നീട് എവിടെയെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കഥയായിട്ട് പറഞ്ഞത്. ഓക്കെ, എന്തായാലും എല്ലാവർക്കും മനസ്സിലായി കേട്ടു എന്ന് വിചാരിക്കാം കേട്ടോ, ക്ലിയർ ആയിട്ട്. അപ്പൊ നമുക്ക് ഒഫീഷ്യലി നമുക്ക് ഈ ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം അല്ലേ. Today we had enjoyed the class very well. I understood the topic, development of imagination and creativity related with this topic. Thank you, teacher, for spending valuable time for us. Special thanks to our loving Jasmine Farsana and our cutie Divya Sinoj and our sweetie Safia. Especially appreciate our leaders. Thank you once again to all who sat disciplined and listened, commented to the class. It's me, yours Jisha. Love you, teacher. Love you, friends. Goodbye. മനസ്സ് നിറഞ്ഞു ജിഷ, മനസ്സ് നിറഞ്ഞു. അതെ, നന്നായിരുന്നു. തീർച്ചയായിട്ടും Thank you. വളരെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉണ്ടായിരുന്നു. Thank ശരിയാണ്. you. Thank you. ഹായ്. ഒരാൾ ഉറങ്ങി എണിച്ചിട്ടുണ്ട് ടീച്ചർ. അതാ ഞാൻ കണ്ടു, ഇടയ്ക്ക് കാണണ്ടേ. എപ്പോഴും ഈ പകുതിയിൽ വെച്ച് എണിക്കും, ക്ലാസ് പകുതിയാവുമ്പോ എണിക്കും. എണീക്കും. ടാറ്റ കൊടുക്കും. എന്താ ടീച്ചറെ? ബാക്കി കുട്ടികള് സ്കൂളിൽ പോയി കാണോ? ആ, അവരൊക്കെ സ്കൂളിൽ പോയി, ഇനിയിപ്പം മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ടീച്ചറെ. ഇനി പോയി ഫുഡൊക്കെ കഴിക്കാല്ലേ. ഞാൻ എന്റെ സ്പൈഡറിനെ എങ്ങനെ പൊളിച്ചെടുക്കാന്ന് ആലോചിക്കണം. ശ്രീലക്ഷ്മി കുഞ്ഞുമായിട്ടായിരുന്നല്ലോ. ശ്രീലക്ഷ്മി ഇല്ലായിരുന്നു. ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മിയുടെ മോനല്ലേ? ശ്രീലക്ഷ്മി ഉറങ്ങുമായിരുന്നോ? മോളാണ്. വേറെ ഹായ് പറഞ്ഞേര്. അത് മോള് ഉറങ്ങുമായിരുന്നു തോന്നുന്നു. ഉറങ്ങായിരുന്നോ? അതെ, ഇപ്പൊ എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ. പിള്ളേരൊക്കെ നാട്ടില് ഉറങ്ങി എഴുന്നേക്കുന്ന സമയമല്ലേ. പക്ഷെ ഇപ്പൊ എത്ര 2:30 ആയിട്ടുള്ളൂ, അപ്പോഴേക്കും ഉറങ്ങിട്ടോ. 3:30 വരെ ഉറങ്ങുമായിരുന്നെങ്കിൽ അമ്മയ്ക്കും കൂടെ കിടക്കായിരുന്നു. അതെ അതെ, കുറച്ചു നേരം അമ്മയ്ക്കും കൂടി കിടക്കായിരുന്നു. ഇല്ല, അംഗൻവാടി പൊക്കോണ്ടിരുന്നു. അപ്പൊ 3 മണിയാവുക എഴുന്നേക്കുമ്പോ. ഇന്ന് പോകണ്ടായിരുന്നു, പനി ആയത് കാരണം വിട്ടില്ല. അതുകൊണ്ട് നേരത്തെ ഉറങ്ങി ഇന്ന്. എന്താ പേര്? പേര് പറ. എന്താണ് കുഞ്ഞി സ്പൈഡറിന്റെ പേര്? പേരെന്താണ്? അവയുടെ പേരെന്നാന്ന്? സഫിയ. അയ്യോ, സഫിയ മ്യൂട്ടാണ്. സലാന്നാണ് പേര്. സംസാരിക്കാറായിട്ടില്ല, കൊച്ചു കൊച്ചു കാര്യങ്ങളെ സംസാരിക്കുള്ളൂ. ഉമ്മ വാപ്പാന്നൊക്കെ പറയുള്ളൂ, സംസാരിക്കാറായിട്ടില്ല. ടാറ്റ പറ. ബൈ. ഇന്ന് എനിക്ക് ശരിക്കും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. മോന്റെ കൂടെ ആ സ്റ്റോറി പറയാനായിട്ട് എന്നേലും നന്നായിട്ട് അവനായിരുന്നു ഇൻട്രസ്റ്റ് എടുത്തത്. പക്ഷെ എനിക്കത് പറ്റില്ല. എനിക്ക് ആ പ്ലാൻ പെട്ടെന്ന് മാറ്റുന്നത് ഒന്നും വരുന്നില്ല. പെട്ടെന്നാണ് ഞാനൊരു ബോയ്നെയും ഗേളിനെയും ഉണ്ടാക്കിയത്. അപ്പൊ നമ്മള് വിചാരിച്ച പോലെ പ്രശ്നം. ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടാവും മീൻസ് ദിവ്യ ഒന്നും ശരിയല്ല. എല്ലാ പ്രാവശ്യം മാം ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ലേ, ഞാൻ എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് പറയും. മാം ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടല്ല, എന്നാലും ഫസ്റ്റ് അറ്റംപ്റ്റ്. ശരിയാണ്, ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ്. ആരൊക്കെ സത്യാന്ന് വിചാരിക്കണ്ടോ ധോണിയാണെന്നാണോ ചിലര് വിചാരിക്കണ്ടാവാ, അറിയില്ല. എനിക്ക് എന്താ അപ്പൊ ചെയ്യണമെന്ന് തോന്നിയത്. അപ്പൊ നമ്മള് മടി പിടിച്ച് ബാക്കിലേക്ക് പോകുന്തോറേ പിന്നേക്ക് വെക്കും തോറും എനിക്ക് ഭയങ്കര ഇപ്പൊ സംസാരിക്കുമ്പോഴും ഒരു ത്രോട്ട് ഡ്രൈ ആവും.
അപ്പൊ ഞാൻ സംസാരിച്ച് അതിനെ ഒന്ന് ശരിയാക്കി എടുത്തില്ലെങ്കിൽ എനിക്ക് പ്രസന്റ് ചെയ്യാൻ ഒന്നും പറ്റില്ല. അപ്പൊ ഗ്രൂപ്പിലൊക്കെ ഭയങ്കര മോട്ടിവേഷൻ ഒക്കെ പറയുന്നുണ്ടാവും നമ്മള്. അപ്പൊ ഈ കേൾക്കുന്നവരൊക്കെ പറയാ ഇയാള് വരച്ചിട്ട് തന്നെയാണ് പറയുന്നത്. പക്ഷെ എല്ലാവർക്കും ഉണ്ടാവും ഇത്. സ്റ്റേജ് ഫിയറും ഇങ്ങനത്തെ പ്രസന്റേഷന്റെ ഒരു വിറയിലും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും. ഇതുപോലെ തെറ്റിയാലും തെറ്റിയില്ലെങ്കിലും ഒക്കെ മുന്നിൽ വരെ. എനിക്ക് എന്താണെന്ന് അറിയില്ല, മിസ്സിന്റെ മുന്നിൽ വന്ന് തെറ്റിയാലും എനിക്കൊരു പ്രശ്നം തോന്നാറില്ലേ. അപ്പൊ കുറച്ചും കൂടി മാറ്റം വരുത്തണം. ഇപ്പൊ ഞാൻ ചെയ്യണത് കണ്ടിട്ട് തന്നെ ചിലർക്ക് തോന്നില്ലേ മാറ്റം വരുത്താം അല്ലെങ്കിൽ നല്ലത് ചെയ്യാമെന്ന്. അങ്ങനെ ഒരു ചെറിയ മാറ്റം നമ്മളെ കൊണ്ട് വരുത്താൻ പറ്റിയെങ്കിൽ അത് അത് നമ്മള് ശരിയാണ് തെറ്റ് ചെയ്തതുകൊണ്ട് ശരി വരുത്തുന്നത് നല്ലതല്ലേ. അത് മിസ്സിന്റെ ഉള്ളിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയാലും വലിയ കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ടാ ഞാൻ വന്ന് സൈനിങ് ഒരു ആക്ഷൻ ഫോം ചെയ്തത്. മിസ്സല്ലേ അത് കുഴപ്പമില്ലെന്ന് ഞാൻ നമ്മളുടെ ഒരു ലാംഗ്വേജിലെ നമ്മളെ കംഫർട്ട് സോണിൽ നിന്നിട്ട് പ്രസന്റ് ചെയ്യാൻ നമുക്ക് കുറച്ചും കൂടി ഈസിയാന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ നമ്മളുടെ ഇംഗ്ലീഷ് എന്നും ഇപ്പൊ ഞാൻ ഇവിടെ പിള്ളേരായിട്ട് ഇടയ്ക്കൊക്കെ സംസാരിക്കും, എന്നാലും എന്തോ ഒരു പ്രശ്നമാണ് ഇംഗ്ലീഷ് ഇപ്പോഴും സംസാരിക്കാൻ. ഞാൻ ഇന്നലെ ഡോക്ടറെ അടുത്ത് പോയപ്പോ അവിടെ തെലുങ്കാനിയായിരുന്നു ഡോക്ടർ. ഡോക്ടർക്ക് എന്നോട് ഡോക്ടർ ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഡോക്ടർ പറഞ്ഞു ദിവ്യ കൂൾ ഡൗൺ. എന്നോട് പറയുന്നത് സംസാരിക്കും കംഫർട്ട് ഇംഗ്ലീഷ് വേർഡ്സ്, ഓൺലി ടോക്കിംഗ് കംഫർട്ട് ഇംഗ്ലീഷ് വേർഡ്സ്. അപ്പൊ ഞാന് റിലാക്സ് ചെയ്തിട്ട് സാറിനോട് ഇങ്ങനെ എനിക്കുള്ള ബുദ്ധിമുട്ടുകൾ ചെറിയ ചെറിയ വേർഡായിട്ട് പറഞ്ഞാൽ മതി നാളെ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ അതുപോലെ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിക്കേ നമുക്ക് ഒരാളങ്ങനെ പറഞ്ഞുതരാണ്ടെങ്കിൽ നമുക്ക് അത് ഭയങ്കര മോട്ടിവേഷനാ. ഇപ്പൊ മാമിന്റെ ക്ലാസ്സിൽ ഇരിക്കുമ്പോഴാട്ടെ ശരിക്കും ബാക്കിയുള്ള മിസ്മാരെ കുറ്റം പറയാന്നല്ല, എന്നാലും ഭയങ്കര ട്രെയിനിങ് ആണ്, ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ. എനിക്ക് ഭയങ്കര ഇഷ്ടം മിസ്സിനെ. ഇവിടെ എല്ലാവർക്കും എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമാണ് ടീച്ചറിനെ. തന്നെയായിരിക്കും കേട്ടോ. എല്ലാവർക്കും അതേ അഭിപ്രായം തന്നെയായിരിക്കും. ഞാൻ ഭയങ്കര ഒരു ഇഷ്ടമാണ് എനിക്ക്. അതുകൊണ്ട് എനിക്ക് ഫ്രൈഡേ PG ക്ലാസ്സിൽ കയറാൻ പറ്റില്ല. ഇവിടെ ഫ്രൈഡേ ഓഫാണല്ലോ. അപ്പൊ ഹസ്ബൻഡും പിള്ളേരായിട്ട് പുറത്തു പോകുന്നത് ആ ഫ്രൈഡേ ഈവനിങ് ആണ്. അപ്പൊ അതുകൊണ്ട് ഫ്രണ്ട്സും ഉണ്ടാവുന്ന കാരണം ക്ലാസ്സോ അതെനിക്ക് മിസ് ചെയ്യുമ്പോ ഭയങ്കര വിഷമ. അപ്പൊ പിള്ളേരെ എന്നെ കളിയാക്കെ അമ്മയുടെ ഡാർലിംഗ് ജിഷ മിസ്സിനെ മിസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇവിടെ എല്ലാവർക്കും ടീച്ചേഴ്സിന്റെ പേരൊക്കെ അറിയാം. അപ്പൊ അവരെന്നെ ഇങ്ങനെ കളിയാക്കും. നമ്മളിപ്പോ പഠിക്കണ കണ്ടാല് എന്നോട് ചോദിക്കും അമ്മ എന്താ കുഞ്ഞെ കുട്ടിയാണ് ഈ ഇൻസി വിൻസി സ്പൈഡർ പഠിക്കാത്തത്. അപ്പൊ ഇന്നാള് അവരോട് വീഡിയോ എടുത്താൽ തന്നെ പറഞ്ഞ എനിക്ക് നാണക്കേടാവുന്ന പിള്ളേര് പറയണേ. ഞാൻ എന്നിട്ട് എന്നൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞു അന്ന് ഇവിടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു വീട്ടില്. ഞാൻ പറഞ്ഞു ആര് കണ്ടാലും വേണ്ടില്ല, ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് അങ്ങനെ ഞാൻ ഇന്ന് വീഡിയോ ഇടുന്നു. ഞാൻ തിട്ടു. എല്ലാരും അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തു കേട്ടോ ഫ്രണ്ട്സ് ഒക്കെ. അതാണ് എനിക്കിപ്പോ അത് പറയണമെന്ന് തോന്നി. എനിക്ക് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാനുള്ളൊരു തോന്നലാണ് എപ്പോഴും ഉണ്ടാവുന്നത്. ഇപ്പോ നമ്മള് ആക്ച്വലി നമ്മളൊരു കോളേജിലോ അല്ലെങ്കിൽ സ്കൂളിലോ പോയി പഠിക്കുകയാണെങ്കിൽ നമ്മളെല്ലാം ഇത് ചെയ്ത് പ്രാക്ടീസ് ഡാൻസ് ഒക്കെ കളിക്കാൻ പറയില്ലേ ടീച്ചറെ? ചിലത് ഞാൻ കണ്ടു കുറെ TTCന്റെ ക്ലാസ്സുകളില് അവരുടെ അടുത്ത് ഒന്നായിട്ട് നിന്ന് ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും ഒക്കെ പറയണം. ഇപ്പൊ എല്ലാ കുട്ടികളും അത് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ഓൺലൈൻ ആയതുകൊണ്ട് അങ്ങനെ ഒരു അവസരം നമുക്ക് നഷ്ടപ്പെടല്ലേ. അപ്പൊ നമുക്കിപ്പോ എല്ലാം കൂടി ചെയ്യാൻ പറയാനിപ്പോ എന്തായാലും ടീച്ചർമാർക്ക് പറ്റില്ലല്ലോ, പറയാനല്ലേ പറ്റുള്ളൂ. ഇപ്പൊ ക്ലാസ് റൂമിലാവുമ്പോ നമുക്ക് നിങ്ങൾ ചെയ്തേ തീരൂ എന്ന് പറഞ്ഞിട്ട് പറയാം ടീച്ചേഴ്സിന്. ഇവിടെ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അത് തന്നെയാണ് ഞങ്ങളൊരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ബോഡി തുടങ്ങിയത്. ലാംഗ്വേജിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും. എന്റെ ആക്ഷൻ ബോഡി ലാംഗ്വേജ് ഒക്കെ മറ്റുള്ളവർ കാണുമ്പോ എങ്ങനെയാ കളിയാക്കോ അതൊക്കെ ആയിരിക്കും പലത്തെ. പക്ഷെ ഇപ്പൊ ഞാനുണ്ടല്ലോ മിസ് ആ ഒരു ചിന്ത മാറ്റി വെച്ചു. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഓൺ ആക്കി വെച്ചിട്ട് സംസാരിക്കാനായാലും ഞാൻ കംഫർട്ടാണ്. ഞാൻ എപ്പോഴും വിശ്വസിക്കും, ഞാൻ എന്റെ പിള്ളേരോടും പറയുന്നതാ അവരിലൊക്കെ നിറം കുറവാണ് ഞാന്. അവരുടെ ഫാമിലിയിൽ എല്ലാവരെയും നിറം കുറവാണ് ഞാൻ. പക്ഷെ ഞാന് ഒരഹങ്കാരം പോലെ തന്നെ പറയും. ഞാൻ പറയും എന്റെ സൗണ്ടും എന്റെ സംസാരം എന്റെ മനസ്സിൽ നിന്ന് വരുന്നതാ. എന്റെ മുഖം കണ്ടിട്ട് ആരും എന്നെ ഇതാക്കണ്ട എന്ന് പറയും. അങ്ങനെ ചിലര് സംസാരിക്കും നമ്മുടെ ഫാമിലിയിൽ ഇങ്ങനെ കളർ കുറവ് ഇതൊന്നും. പക്ഷെ എനിക്കതൊന്നും എന്നെ അഫക്ട് ചെയ്യാറില്ല. ഇപ്പൊ ഇവരോട് ഞാൻ ഇന്ന് ഇൻസിഡൻസി പാടാൻ ഞാൻ എന്റെ സംസാരം ഭയങ്കര സ്ലോ ആ, നീട്ടി വലിച്ച സംസാര. അപ്പൊ എല്ലാവർക്കും അതിന്റെ ഞാൻ പറഞ്ഞു ഞാൻ പാടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാരും വേറെ റൂട്ടിലാവും, ഞാൻ വേറെ റൂട്ടിലായിരിക്കും. അതെന്താ എന്റെ കുറവ് എനിക്കറിയാം. പക്ഷെ കുറവുകൾ അറിഞ്ഞിട്ട് നമ്മൾ അതിനെ വേറെ നമുക്ക് പല കഴിവുകളുണ്ട് അതിന് പ്രൊജക്ട് ചെയ്യുന്നതാണല്ലോ കുറച്ചുകൂടി ബെറ്റർ.
അപ്പൊ ഞാനിപ്പോ മാമിന്റെ ക്ലാസ് കേൾക്കാൻ തുടങ്ങിയ പിന്നെയാണ് നമുക്ക് നമ്മളുടെ കുറവുകളും ഇങ്ങനെ ഒരു മിസ് ഇങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നില്ലല്ലോ. മിസ് പറയുന്നത് നമ്മൾ ആ പാരഗ്രാഫ് വായിച്ചാൽ അതിലല്ല ഉണ്ടായിരിക്കും, പക്ഷെ മിസ് ആ പാരഗ്രാഫ് ഫോക്കസ് ചെയ്തല്ല പറയുന്നത്. അതാണ് മിസ് ഭയങ്കര ഒരു സുഖം പഠിക്കാൻ. ഇപ്പൊ ഞാൻ ഇത്രയൊക്കെ സംസാരിച്ചത് എന്താ പറയാ, എന്തൊക്കെയോ പറയണമെന്നുണ്ട് മിസ്സിനോട്. എനിക്ക് അല്ലെങ്കിൽ ഈ നേരത്തെ ഹസ്ബൻഡ് എത്താറുണ്ട്, എനിക്ക് ഇത്രയും നേരം വരെ ഇരിക്കാറില്ല, ആറിൽ നിന്ന് ലേറ്റ് ആയിട്ടുണ്ട്. അതാണ് ദിവ്യ, അതാണ് നമ്മൾ പറയുന്നത്, നമ്മൾ മാറാൻ തുടങ്ങിയ നമുക്ക് ചുറ്റുമുള്ളതൊക്കെ മാറുന്ന പോലെ നമുക്ക് തോന്നുന്നു എന്നുള്ളതാണ്. ദിവ്യാണ് ടീച്ചർ ആദ്യം നമുക്ക് വീഡിയോ ഇട്ട് തന്നത്. ആക്ടിവിറ്റി നമുക്ക് സഫിയാണ് ആക്ടിവിറ്റി ചൂസ് ചെയ്ത് തരുന്നത്. അപ്പൊ ദിവ്യ ഇട്ട് തന്നു. അപ്പൊ ദിവ്യ ആദ്യമേ മുൻകൂർ ജാമ്യം എടുത്തിട്ടാണ് ഇതൊന്നും ശരിയല്ല, എന്നാലും ഞാൻ ഇട്ടിട്ടുണ്ട് എന്ന്. പക്ഷെ ദിവ്യ ആ ഒരു ഇട്ടതിലൂടെയാണ് ബാക്കിയുള്ളവർക്ക് എല്ലാം ഒരു കോൺഫിഡൻസ് കിട്ടിയത് എന്നുള്ളതാണ്. അപ്പം നമ്മൾ മാറാൻ തുടങ്ങുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളതൊക്കെ മാറും എന്നുള്ളതാണ്. പിന്നെ ജിഷ ടീച്ചറെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ ഈ വജ്രം എന്ന് പറയുന്ന ഒരു കാർബണിക സംയുക്തമാണ്. അപ്പൊ അതിനെ തിളക്കമുള്ളതാക്കിയിട്ട് പല ആംഗിളുകൾ ഉണ്ടാക്കി തിളക്കമുള്ളതാക്കി എടുക്കാൻ ഒരുപാട് പാടുപെടണം. അതുപോലെ ഞങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ടീച്ചർക്ക് തന്നെ മനസ്സിലായി കാണും, നമ്മൾ കുട്ടികളെക്കാൾ താഴ്ന്ന ലെവലിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുന്ന വിധത്തിലേക്ക് മോൾഡ് ചെയ്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ടീച്ചറുടെ ഒരു കഴിവാണ്. ടീച്ചറുടെ ഭാഗമായിട്ടുള്ള മറ്റൊരുപാട് ടീച്ചേഴ്സ് ഉണ്ടെങ്കിലും നമ്മളെ ആ ഒരു വജ്രമാക്കി അല്ലെങ്കിൽ ഒരു തിളക്കമുള്ള ഒരു വസ്തുവാക്കി മാറ്റുന്ന ടീച്ചർ ഒരു ക്ലാസ് ആണെന്ന് തന്നെ നമുക്ക് സത്യത്തിൽ പറയാം. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിരുന്നാൽ കൂടിയും പറയാൻ അവസരം കിട്ടുമ്പോൾ നമ്മൾ അത് പറയണം എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ ടീച്ചർ. ഇതെല്ലാം എല്ലാവരുടെയും ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ. നമുക്ക് ഇതുപോലെ തുറന്ന് സംസാരിക്കാൻ എല്ലാ ടീച്ചേഴ്സിനോടും നമുക്ക് പറയാൻ പറ്റില്ല. ചില ടീച്ചേഴ്സിനെ കേട്ടിരിക്കാൻ താല്പര്യം ഉണ്ടാവും, ചിലർക്ക് സമയമില്ലാതെ ഉണ്ടാവും. അപ്പോൾ നമ്മളെ ഒരാൾ കേട്ടിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അത് ടീച്ചർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് അതൊരു വലിയൊരു ക്വാളിറ്റിയാണ്. അത് എടുത്ത് പറയേണ്ടതുമാണ് ടീച്ചർ. എല്ലാവർക്കും പ്രശ്നം കേട്ടിരിക്കാൻ ആളില്ല എന്നുള്ളതാണ്. നമുക്ക് പറയാൻ ഒരാളില്ല. നമ്മുടെ മക്കൾ ഇപ്പൊ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ്. മക്കൾക്ക് പറയാൻ ആളില്ല. മക്കള് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോ ഇപ്പൊ പോയ സമയം മുതൽ വൈകുന്നേരം വരുന്നത് വരെ എന്തൊക്കെ സംഭവിച്ചു, പറയാൻ കഴിയാത്തതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അമ്മയോടോ അച്ഛനോടോ ഷെയർ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് കുട്ടികൾ വിഷാദ രോഗത്തിലേക്കും അക്രമങ്ങളിലേക്കൊക്കെ തിരിയുന്നത്. അപ്പോൾ നമ്മളെ കേട്ടിരിക്കാൻ ആളുണ്ടാവുക. അപ്പൊ ജിഷ ടീച്ചർ ഇപ്പം പരോക്ഷമായിട്ട് ഇപ്പം നമുക്ക് നൽകുന്നു അതാണ്, കേട്ടിരിക്കാൻ പഠിക്കുക എന്നുള്ള ഒരു വലിയൊരു പാഠം കൂടിയാണ്. താങ്ക് യു ടീച്ചർ, താങ്ക് യു വെരി മച്ച്. ടീച്ചർ ഒരാൾ സംസാരിക്കുമ്പോൾ ഒട്ടും ഡിസ്ട്രാക്ട് ചെയ്ത് അതിന്റെ ഇടയിൽ സംസാരിക്കാറില്ല. തെറ്റു പറ്റിയാലും ടീച്ചർ അത് മൗനായിട്ട് ആ സ്മൈലിംഗ് ഫേസിൽ എന്നെ ഇങ്ങനെ ഇരുന്ന് കേൾക്കും. അതാണ് നമുക്ക് വീണ്ടും വീണ്ടും പറയാൻ തോന്നുന്നത്. ടീച്ചർ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നതാ, ടീച്ചർ ഒന്നും പറയില്ല. ടീച്ചർ ആ ഒരു മൗനത്തിൽ ഉണ്ടായിരിക്കല്ല, അതും ഫേസിലെ എക്സ്പ്രഷനിലൊക്കെ ഉണ്ടായിരിക്കും. എന്നാലും നമുക്ക് പറഞ്ഞോളൂ എന്നുള്ള ഒരു ഭാവത്തിലാണ് ടീച്ചർ എപ്പോഴും ഇരിക്കുന്നത് ഉണ്ടായിരിക്കാം. സത്യമാണ്. ടീച്ചറിനെ പോലെ ടീച്ചർ മാത്രമേ ഉള്ളൂ നമ്മുടെ MT6 എന്നല്ല, നമ്മുടെ എല്ലാ ബാച്ചിനും കിട്ടിയിട്ടുള്ള ഒരു സ്വർഗമാണ് ടീച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. സത്യമായിട്ടും ടീച്ചറെ. കാരണം എന്താ വെച്ചാൽ എല്ലാ ടീച്ചർമാരും കറക്റ്റ് ടൈമിന് അവര് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ബായ് പറഞ്ഞിട്ട് പോകും. ടീച്ചർക്ക് ഇപ്പൊ സമയം ഉണ്ടെങ്കിലും സമയം ഇല്ലെങ്കിലും ക്യൂബിക്കിൾ സിസ്റ്റം വെച്ചിരിക്കുക. അപ്പൊ ഒരാളുടെ കഴിയുമ്പം അടുത്ത ആൾ ചിലപ്പോ കേറാനുണ്ടാവും. ഈ ഒരു മോണ്ടിസറി മാത്രമല്ല ഉള്ളത്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. ക്ലാസ് റൂം വരുമ്പോഴേക്കും അടുത്ത ക്ലാസിന്റെ ടൈം ചിലപ്പോ ആയിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ വീട്ടിലല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ. അതുകൊണ്ട് മാത്രമൊന്നുമല്ല, ടീച്ചറുടെ മനസ്സിൽ ടീച്ചർക്ക് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അയ്യോ പറയുന്നുണ്ടോ? ഇല്ലല്ല, പറഞ്ഞോളൂ പറഞ്ഞു. മോണ്ടിസറി കഴിഞ്ഞപ്പോഴാണോ മാം ഇത്രയും കാം ആൻഡ് ക്വയറ്റഡ് ആയത്? അതല്ലെങ്കിൽ അതിലും മുന്നും ഇങ്ങനെ തന്നെയായിരുന്നോ? മാമിന് എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ ഈ കോഴ്സ് കഴിഞ്ഞപ്പോ? മോണ്ടിസോറി കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ചേഞ്ചസ് കൂടുതലായത്. അതിന് മുൻപെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് സോഷ്യലൈസ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. എന്ന് വെച്ചിട്ട് ഒരു പാർട്ടി സ്പോയിലർ ആയിരുന്നില്ല. ഒരു ഗ്രൂപ്പിൽ ചേർന്നാൽ ആ ഗ്രൂപ്പിനെ ഞാൻ നിരാശരാക്കാറില്ല. പക്ഷെ എന്ന് കരുതിയിട്ട് ഞാൻ മുന്നിലേക്ക് വരാറില്ലായിരുന്നു.
സൈഡായി ഇങ്ങനെ നമ്മളുടെ ഒരു പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞിട്ട് ഒന്നും ചെയ്തിട്ടൊന്നും പക്ഷെ മോണ്ടിസോറി കഴിഞ്ഞപ്പോ നല്ല വ്യത്യാസം വന്നു. നമ്മള് സംസാരിക്കുന്ന രീതി. ഞാനും അത് ചോദിച്ചത് എന്താന്ന് വെച്ചാൽ നമുക്കും ഒരു ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പൊ പിള്ളേരുടെ അടുത്തുള്ള ബിഹേവിയർ ആയാലും വീട്ടില് അത് ഞാൻ അല്ലറി പൊടിച്ച് സൗണ്ട് എടുത്തത് ഹസ്ബൻഡ് പറയും അപ്പുറത്തെ ബിൽഡിങ്ങിൽ വരെ കേൾക്കുന്നുണ്ടായിരിക്കും എന്താ പറയും. ഇവര് വെറുതെ ആയാലും പറയും ഞാൻ അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് കാറ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ കേട്ടിട്ടുണ്ട് നിന്റെ സൗണ്ട് എന്ന് പറയും. അപ്പൊ അത്രയും എനർജി വേസ്റ്റ് ആക്കി ഞാൻ സംസാരിക്കാം. പക്ഷെ മാം ഭയങ്കര ക്വയറ്റ് ആയിട്ട് അന്ന് എല്ലാം പറഞ്ഞിരുന്നോണ്ട് അത് എത്ര സൈലന്റ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞാലും കേൾക്കാൻ ആൾക്കാരുണ്ട്. അപ്പൊ ഇപ്പൊ എന്റെ മോളും പറയും അപ്പൊ എന്നോട് ഷൗട്ട് ചെയ്ത് പറയരുത് കേട്ടാ, ഷൗട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സുഖവും ഇല്ല കേട്ടാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി മാമിന്റെ ഫോളോ ചെയ്താൽ കുറെയൊക്കെ നമുക്ക് കാര്യങ്ങള് പരിധിയിലാക്കാം. പിള്ളേരെ ആയാലും ആരെയായാലും ആ ഒരു മെത്തേഡ് ഇപ്പൊ ഞാനും ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ദിവ്യ അപ്പൊ നമ്മളും നന്നാവുമെന്ന് പ്രതീക്ഷിക്കാനല്ലേ ഇത് കഴിയുമ്പോഴത്തേക്ക്? തീർച്ചയായിട്ടും നന്നാവണം. നമ്മളെ തെറ്റ് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾ എന്തായാലും നന്നാവും. ആ ഒരു ഈഗോ കോംപ്ലക്സ് ഒക്കെ നമ്മൾ മാറ്റി വെക്കണം ആദ്യം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. എനിക്ക് നല്ല വ്യത്യാസം തോന്നുന്നുണ്ട്. കുറെയൊക്കെ ആയിട്ട് ഇവരുടെ അടുത്തുള്ളത് പിള്ളേരെ അടുത്ത് ഇങ്ങനെ പെരുമാറണം. ഞാൻ ഇങ്ങനെ ഷൗട്ട് ചെയ്തിട്ടോ ഭയങ്കര ശബ്ദം എടുത്താ പിള്ളേർ പേടിച്ചനുസരിക്കും അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. അതൊന്നും നമുക്ക് തെറ്റായ മെത്തേഡ്. ഞാൻ പിള്ളേരോട് തന്നെ പറഞ്ഞു അമ്മ ഇത്ര നാളും ഫോളോ ചെയ്ത് തെറ്റാണ്, നമുക്ക് ഇനി പുതിയൊരു ഇതായിട്ടാന്നൊക്കെ പറഞ്ഞ് ഞാനിപ്പോ മോനെ പഠിപ്പിക്കുന്ന ട്യൂഷൻ എടുക്കുന്ന പോലെയാണ് പഠിപ്പിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ഭയങ്കര മടിയായിരിക്കാനൊക്കെ. ആൺകുട്ടികളാകുമ്പോ കുറച്ച് കിരികിരിരാന്നിരിക്കുമല്ലോ, അവരിരുത്താൻ കുറച്ച് പണിയാണല്ലോ. അപ്പൊ ഇങ്ങനത്തെ ഓരോ മെത്തേഡൊക്കെ യൂസ് ചെയ്ത് ഇങ്ങനെ ഇരുത്തണം. അതാണ് ഇനി മിസ്സിന്റെ സമയം കളയുന്നില്ല. മിസ് കൊറേ നേരമായില്ല. ഓർമ്മ അടിക്കുന്നുണ്ട്. ഞാൻ പോയിക്കോട്ടെ. ശരി. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ ബൈ. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം. ബൈ. താങ്ക് യു മാം.